ദൈവനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തോടുകൂടെ ഈ ക്ലാസ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തുടക്കത്തിലുള്ള ഭാഗങ്ങളൊക്കെ മിക്കവാറും നമ്മളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അടുത്ത ആഴ്ച കൂടെ കടന്നു വന്ന് ഒരു സമ്മറി എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ട് മുഖ്യ വിഷയങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാം അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവഭക്തി എന്തുകൊണ്ട് പ്രാവർത്തികമാക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്ലാസ് കൂടെ എക്സ്ട്രാ എടുക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മളുടെ ജീവിത സാക്ഷ്യം, വചന സാക്ഷ്യം, സൗമ്യത, സഹിഷ്ണുത എന്നീ വിഷയങ്ങൾ സഭാതലത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്. സഭയുടെ മധ്യേ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. അത് നമ്മൾ പൂർണ്ണ സൗമ്യതയോടെയും വചന അനുസരണവും ദൈവ സഭയുടെ മധ്യേ നിലനിർത്തണം. അങ്ങനെ നമ്മൾക്ക് നല്ല സാക്ഷ്യം സഭയുടെ മധ്യം ഉണ്ടായിരിക്കാൻ ഇടയാകും എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഡെമത്രിയോസ് എന്ന ദൈവഭക്തനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ച ഒരു മനുഷ്യൻ. ആ രീതിയിൽ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വിലയേറിയ കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാർക്കോസിന്റെ സുവിശേഷം 16:15 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു വ്യക്തികൾക്കും ഒഴികഴിവില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയം വ്യക്തിതലത്തിൽ എന്നുള്ള വിഷയം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മളിത് ചില വ്യക്തികൾക്ക് നിക്ഷേപിച്ചിട്ട്, അഥവാ സുവിശേഷകന്മാരെന്ന ഒരു കാറ്റഗറിക്ക് മാത്രം നിക്ഷേപിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് മാറി അകന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ വിശ്വാസഗോളത്തിൽ കാണുന്നത്. എന്നാൽ അത് തീർച്ചയായിട്ടും ദൈവവചനപ്രകാരം ശരിയല്ല. കാരണം ആദ്യകാല വിശ്വാസികളെ നാം എടുത്ത് പഠിച്ചാൽ അവിടെ സുവിശേഷകന്മാരെന്നോ അപ്പസ്തോലന്മാരെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചിലർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല ഇത്. എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ സാക്ഷികൾ ആയിരുന്നു. അതാണ് കർത്താവിൻ്റെ വിളിയുടെ ഉദ്ദേശ്യം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ സാരമായ ഒരു വ്യത്യാസം ദൈവസഭകൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ആവശ്യമാണെന്ന് ഞാൻ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശ്യമാണ്. അത് നമ്മൾ നടത്തിയില്ല എങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മൾ വളർന്നില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഞാൻ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവസഭ ഇക്കാര്യത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ ഇനീഷ്യേറ്റീവ്സും എടുത്ത് എല്ലാ ദൈവമക്കളും സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന കാര്യത്തിൽ തൽപരരായി. കഴിഞ്ഞ ആഴ്ച പറയുണ്ടായി, വർഷത്തിൽ ഒരാളോടെങ്കിലും സുവിശേഷം പറയാൻ നമ്മൾ ശ്രമിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ അകത്ത മനുഷ്യൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴാണ്. അതിനേക്കാളും വലിയ സന്തോഷമൊന്നും ഈ ലോകത്തിൽ നമ്മൾ ഒരു കാര്യത്തിലും ലഭിക്കുകയില്ല. മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവിനെ കുറിച്ച് നാം പറയുവാൻ ധൈര്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ വ്യക്തി അത്യന്തം സന്തോഷിക്കും. ആ സന്തോഷം നമ്മൾ അനുഭവിച്ചവരായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ പേരിൽ അല്പം മറ്റുള്ളവരിൽ നിന്ന് അല്പം പരിഹാസമോ നിന്ദയോ ഒക്കെ അനുഭവിക്കേണ്ടി വന്നാലും അതൊന്നും വലിയ വിഷയം അല്ല. എന്താ? അപ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷമുള്ളവരായി തീരും. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോയെന്നാ പറഞ്ഞു. അവർക്ക് സന്തോഷമായി കഷ്ടം സഹിച്ചപ്പോൾ. അതെന്താ അങ്ങനെ സന്തോഷം? നമുക്കതിന് വരം നൽകിയിട്ടുണ്ട്. കഷ്ടം സഹിപ്പാനും കൂടെ വരം നൽകിയിട്ടുണ്ട്. ആ വരം നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം സഹിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4:31 നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ്, ശ്രദ്ധിക്കുക പദം, എല്ലാവരും
ചില കൂട്ടരല്ല, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. ധൈര്യത്തോടെ എല്ലാവരും എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങി വചനം ശുശ്രൂഷിക്കുക അവർ പറയുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്. മറ്റൊരു വാക്യം റോമർ 8:17, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നമ്മൾ മക്കളാണ്, അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എന്നിട്ടുള്ള വാക്യം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. നമ്മൾ അവകാശികളാണ്, ദൈവത്തിൽ നമ്മൾ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ തേജസ് എന്ന വിഷയം വരുമ്പോൾ കഷ്ടമനുഭവിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കുന്ന മക്കൾക്കാണ് ഏറിയ തേജസ് ദൈവം നൽകുന്നത്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോഴാണ് നമ്മുടെ തേജസ് വർദ്ധിക്കുന്നത്. നീതിമാന്മാർ അന്ന് ആകാശത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. അതാണ് സത്യം. ഈ പ്രവൃത്തി നാം ചെയ്യുമ്പോഴാണ്, കർത്താവിന്റെ സാക്ഷ്യം നമ്മൾ വഹിക്കുമ്പോഴാണ്, മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ തേജസ് വർദ്ധിക്കുക. കാരണം എന്താ? അതത്ര ഹൃദ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അനേകർക്കും. അതിന്റെ പേരിൽ ചില വിടക്കുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരും, ചില വാക്കുകൾ തൃപ്തികരമല്ലാത്തത് കേൾക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എതിരെ വസിക്കുന്ന പ്രായം ചെന്ന ഒരു പ്രിയപ്പെട്ടവളുണ്ട്. ഞങ്ങൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നോട് വചനം സംസാരിക്കുവാനായിട്ട് ഒരു അവസരം കിട്ടുവാൻ. ഭയങ്കര റഫ് ആൻഡ് ടഫാണ്. അവിടെ പെന്റക്കോസ്റ്റുകാരനായ ഒരു സഹോദരൻ കടന്നു വന്ന് സുവിശേഷം അറിയിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് സുവിശേഷം പറയാൻ ശ്രമിച്ചപ്പോൾ അവരുടെ റെസ്പോൺസ് കേട്ടിട്ട് വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കൊണ്ടുപോടാ നീ നിന്റെ യേശുവിനെയും. ഇതാണ് പറഞ്ഞ വാക്ക്, കൊണ്ടുപോടാ നീ നിന്റെ യേശുവിനെയും. ഈ പറഞ്ഞ മനുഷ്യൻ ചെറുപ്പക്കാരനൊന്നുമല്ല കേട്ടോ. 55 വയസ്സുണ്ട് ഈ പറഞ്ഞ സ്നേഹിതൻ. ഈ പറഞ്ഞ അമ്മച്ചിക്ക് ഏകദേശം 77 വയസ്സുണ്ട്. ഇപ്പോഴും അവരുടെ വാക്കുകളുടെ കാഠിന്യം എത്ര ഗംഭീരമാണെന്ന് നോക്കിയാൽ മതി. കൊണ്ടുപോടാ നിന്റെ യേശുവിനെ, ഇതാണ് അവരുടെ വാക്ക്. കേൾക്കാൻ വല്ല സന്തോഷമുണ്ടോ? ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു, സഹോദര സാരമില്ല, ഇതൊക്കെ നമുക്ക് കേൾക്കാനുള്ളത് തന്നെയല്ലേ എന്ന് തന്നെ ഞാൻ ആശ്വസിപ്പിച്ചു, തന്നെ ധൈര്യപ്പെടുത്തി. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കും. പക്ഷേ അതാണ് നമ്മുടെ തേജസ്സായിട്ട് തീരുക. അതാണ് നമ്മുടെ ഗ്ലോറി. അതാണ് നമ്മെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമാറാക്കുന്നത്. അടങ്ങിയിരിക്കുന്നവർക്കുള്ളതല്ല അത്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്കാണ് ആ ശോഭ വർദ്ധിക്കുക. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട്. വചനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തം ആണ്. ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനായിട്ട് പാടില്ല. ഭക്തന്മാരായിട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഒരു ഓഹരിയായിട്ട് നാം എടുക്കേണ്ടത് ആണ്. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ കഷ്ടം അനുഭവിച്ചാലത്രേ. 1 പത്രോസ് 4:19 നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. ഇപ്പൊ കഷ്ടം സഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവനെ കർത്താവിങ്കിലേക്ക് ഭരമേൽപ്പിക്കണം. നമ്മളുടെ പ്രാണൻ ഒന്നുമില്ല എന്ന് ദൈവസന്നിധിയിൽ നാം അംഗീകരിക്കണം. അപ്പോൾ മാത്രമേ കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കൂ. കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് സഭയായിട്ട്, നെല്ലിക്കുന്ന് സഭയെക്കുറിച്ച് നല്ലൊരു വർത്തമാനം ആ രീതിയിൽ കേൾക്കുവാനായിട്ട് ഇടയാകണം. കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് അവർ ആളാം പ്രതി. അതെത്രയോ മനോഹരമാണ്, അതെത്രയോ നല്ല മാതൃകയാണ്. നമ്മളുടെ സഭകളൊക്കെയും ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായി തീർന്നാൽ സഭകൾ ആത്മീകമായി പുഷ്ടി പ്രാപിക്കും. സഭ എണ്ണത്തിൽ വർദ്ധിക്കും, വിശ്വാസത്തിൽ ഉറയ്ക്കും.
ആത്മീകമായി സന്തോഷമുള്ളവരായി തീരും. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എങ്ങനെയോ നമ്മളുടെ ഇടയിൽ ഒരു ദോഷം സംഭവിച്ചു. ഇക്കാര്യത്തിൽ വിശ്വാസികൾക്ക് വളരെ എന്താ പറയുക, കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലേലും കർത്താവ് വരുമ്പോൾ ഞങ്ങൾ അങ്ങ് സ്വർഗത്തിൽ ചെല്ലും. എന്റെ പ്രിയമുള്ളവരെ, വി ആർ വേസ്റ്റിംഗ് അവർ ലൈഫ്. നമ്മളുടെ അവസരങ്ങൾ നാം നഷ്ടമാക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ നേടാനുള്ള സമയമാണ്. ഈ നേടാനുള്ള സമയത്ത് കൈ കെട്ടി ഇരിക്കുന്നവനെ സദൃശവാക്യത്തിൽ പറയുന്നത് മടിയൻ എന്നാണ്. വിതയ്ക്കുന്ന കാലത്ത് കൈയും കെട്ടിയിരിക്കുകയാണ്, കൊയ്യുന്ന കാലത്ത് അവനെ ഇറക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. ഇന്ന് വിതയ്ക്കുന്ന സമയമാണ്. ഇന്ന് വിതയ്ക്കുക തന്നെ ചെയ്യണം. നമ്മൾ പാട്ടിൽ പാടാറുണ്ട് അത്, അല്ലേ? കറ്റ ചുമന്നുകൊണ്ട് നാം വരുമെന്നൊക്കെ. ആ കറ്റ ചുമക്കണമെങ്കിൽ ആദ്യം പോയി എന്ത് ചെയ്യണം? വിതയ്ക്കണം. വിതയ്ക്കാതെ എങ്ങനെയാ കറ്റ കിട്ടുക? വിതയ്ക്കുന്നവനല്ലേ കറ്റ കിട്ടുകയുള്ളൂ. കരഞ്ഞും കൊണ്ട്, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, കരഞ്ഞും കൊണ്ട് വിതയ്ക്കണം. ആർപ്പോടെ കൊയ്യുന്ന ഒരു നാൾ വരുന്നുണ്ട്. അതിനുവേണ്ടി നാം തയ്യാറെടുക്കണം. ഏറെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട്, വചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സഭയായിട്ട് ശ്രമിക്കണം. ഇതിനാവോളം സഭയുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടായിരിക്കണം. ഔട്ട്റീച്ച് പ്രോഗ്രാമിനൊന്നും പോകാനായിട്ട് നമുക്ക് മനസ്സില്ല, കാര്യം മറ്റു പലതിലും നമ്മൾ എൻഗേജാണ്. പക്ഷെ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പോവുക. ഒരു ദിവസം നമ്മൾക്ക് കർത്താവിന് വേണ്ടി വേർതിരിക്കാനില്ലേ? ഒരു വർഷം വേലയ്ക്ക് വേണ്ടി. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, വേലയോടുള്ള ബന്ധത്തിൽ നമുക്കുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 9:38 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ. സഭയായിട്ട് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ മേജർ കാര്യം എന്നുള്ളത് പ്രാർത്ഥനയിൽ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വേലക്കാരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വേലക്കാരെന്ന് ഇവിടെ പറയുന്നത് സുവിശേഷം അറിയിക്കാൻ പ്രത്യേകമായ കൃപാവരങ്ങൾ ഉള്ളവരെ കുറിച്ചാണ്. ഈ വേലക്കാർ, അവർക്ക് അവരുടേതായ പ്രത്യേകതയുണ്ട്. അവർ കർത്താവിനാൽ ആ ശുശ്രൂഷയ്ക്കായി കൃപാവരങ്ങളാൽ നിറയ്ക്കപ്പെട്ടവരാണ്. അവർ പ്രവർത്തിക്കുമ്പോൾ അതിനൊരു പ്രത്യേക വശമുണ്ട്. അത് അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. അങ്ങനെയുള്ള വേലക്കാരോട് കൂടെയാണ് മറ്റുള്ളവർ അധ്വാനം കഴിക്കേണ്ടത്. ഞാൻ ഇനിയിപ്പോൾ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ അധ്വാനം കഴിച്ച സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പ്രസംഗിക്കാതെ ഇവർ പ്രസംഗിച്ചു എന്നുള്ള ആശയമല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലൻ വചനം സംസാരിക്കുമ്പോൾ അതിന് കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുവാൻ, ഭൗതിക ശുശ്രൂഷകളാകട്ടെ മറ്റെന്ത് ശുശ്രൂഷകളുമാകട്ടെ, കൂടെ നിൽക്കുവാൻ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോട് കൂടെ ശുശ്രൂഷയിൽ സഹകരിച്ചിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടായിരുന്നു, പുരുഷന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും പ്രസംഗികളായിരിക്കുകയില്ല, പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കൂട്ടത്തിൽ സഹായികളായിട്ടിരിക്കാൻ സാധിക്കും. അതാണ് സുവിശേഷത്തിന് വഹിക്കുന്ന സാക്ഷ്യം. വേലക്കാരെ അയക്കേണ്ടതിനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, സുവിശേഷം പ്രസംഗിക്കുന്നത് ദൈവവചനത്തിന് അനുസാരമായിരിക്കണം. അതിൽ നമ്മൾ മായം ചേർക്കാൻ ഒരിക്കലും പാടില്ല. അത് സുവിശേഷം മാത്രമല്ല, വചനത്തിൽ മായം ചേർക്കരുത്. ഇന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോഴും അതുപോലെ ഉപദേശങ്ങൾ പറയുമ്പോഴും ഒക്കെ വളരെ ശക്തമായി പലതും പറയാൻ ചിലപ്പോഴൊക്കെ ഒരു മടിയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ മറ്റു ചിലർക്ക് അത് അത്ര രസകരമായിരിക്കുകയില്ല. സുവിശേഷം പറയുമ്പോൾ ഇന്ന് വലിയ എന്താ പറയുക, പ്രചാരത്തിലിരിക്കുന്ന സുവിശേഷമാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആകും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നീ കുഴയ്ക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും, എല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ്
ഇസ്രായേലിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളൊക്കെ പുതിയ നിയമത്തിനുള്ളതായെന്നുള്ള ഒരു വെർഷൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. അവരൊക്കെ പറയുന്ന പല വാക്കുകളുണ്ട്. നീ ചവിട്ടുന്ന, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്നടവും നിനക്ക് കിട്ടും. ഒന്നും കിട്ടില്ല. ഉള്ളതങ്ങ് പറയാം, പച്ച പരമാർത്ഥം അങ്ങ് പറഞ്ഞേക്കാം, ഇതൊന്നും കിട്ടില്ല. കർത്താവ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും കഷ്ടമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടം. നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരാനുള്ളതിനെ നോക്കി പാർക്കുന്നവരാ നമ്മള്. നമുക്കിവിടെ അവകാശമൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്കിവിടെ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടാൻ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയും വേണ്ട. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വിചാരിക്കുക. അത്രേ നമുക്ക് തന്നിട്ടുള്ളൂ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവയെ നോക്കുവിൻ, എല്ലാറ്റിനെയും നോക്ക്. നിങ്ങളുടെ പിതാവ് അവറ്റയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവയ്ക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ അതുപോലെയൊക്കെ നടത്തിക്കൊള്ളും. അതിലപ്പുറം ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ബെൻസ് കാറോ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ളതായ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളോ ദൈവം നൽകുമെന്ന് ഒരിക്കലും വാഗ്ദത്തമില്ല. എന്നാൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇതൊക്കെയാണ് പ്രസ്താവിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നല്ല കനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് തായ്ത്തും വാങ്ങും. എന്താ ദശാംശം പറഞ്ഞുള്ളത് മുഴുവൻ പിടിച്ചു പറിക്കും. കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, ഒരാള് ആടിന് വരെ ദശാംശം ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടു. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ അവർക്ക് ഒരു ആടേ ഉള്ളൂ, ആ ആടിന് ദശാംശം വേണമെന്ന് പറഞ്ഞു പോലും. എന്തോ ഒരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ. ഇതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നതായ വഞ്ചന. ഭൗതികമായ നന്മകളുടെ പിറകിൽ കണ്ണുവെച്ച് ആത്മീകമായത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി വഴികാട്ടിയാക്കുന്ന ദുരാലോചന എന്ന് വേണം അതിനെ വിളിക്കുവാൻ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ വചനത്തെ കൂട്ടിക്കളയരുത്. നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത്, ഭക്തിയോടെ ജീവിക്കുവാൻ നമ്മൾ തുനിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് കഷ്ടതയായിരിക്കും. ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഭക്തനായിരുന്നു, പക്ഷേ കഷ്ടതയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ ഭക്തനായിരുന്നു, തന്റെ കഷ്ടതയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാരൊക്കെയും കഷ്ടതയ്ക്ക് ഒരു കുറവുമില്ലാത്തവരായിരുന്നു. അവരൊക്കെ കർത്താവിന് വേണ്ടി ധീര രക്തസാക്ഷികളായി തീരുകയായിരുന്നു. അതിൽ നിന്നും വലുതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ ലക്ഷ്യം ഭൗതികമായ കാര്യങ്ങളിലാകാതിരിക്കട്ടെ, മറിച്ച് ആത്മീയ കാര്യങ്ങളിലായിരിക്കട്ടെ. നിലനിൽക്കുന്നതിലേക്ക്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിലേക്ക്, അവിടെ നമ്മുടെ നിക്ഷേപവും ഹൃദയം ഇരിക്കുവാൻ തക്കവണ്ണം നമ്മൾ നമ്മെ തന്നെ ശരിയായി ഓറിയന്റ് ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ തേജസ്സുള്ളവനായി വിളങ്ങുവാൻ ഇടവരും. വചനത്തെ കൂട്ടിക്കളയരുത്, വചനത്തിൽ മായം ചേർക്കരുത്. മറ്റു ചിലരുണ്ട്, എങ്ങനെയൊക്കെ ജീവിച്ചാലും ദൈവം നമ്മെ അറിയുന്നുണ്ടല്ലോ, നമ്മുടെ ഹൃദയം ദൈവം അറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോളിഷ്. ഞാൻ പറയാം, എങ്ങനെയൊക്കെ ജീവിക്കേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ദൈവവചനത്തിന് അനുസാരമായി ക്രമപ്പെടുത്തേണ്ടതാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനാണ്, തോന്നിയ പോലെ ജീവിക്കുവാനല്ല. ഭക്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശ്യം. നമ്മുടെ വിളി അതിനു വേണ്ടിയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. വചനത്തെ കൂട്ടിക്കളയരുത്, വചനത്തിൽ മായം ചേർക്കരുത്. അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞാനാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അനാത്തിമ എന്ന പദം വളരെ കുറച്ച് ഭാഗങ്ങളിലേ ഉപയോഗിച്ചിട്ടുള്ളൂ ബൈബിളിൽ, പുതിയ നിയമത്തിൽ. അതിൽ ഒരു സ്ഥലം ഈ ഭാഗമാണ്. പിന്നെ ഒന്ന് കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ഇവിടെ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അനാത്തിമ, ശാപഗ്രസ്തനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ഭയപ്പെടേണ്ട ഒരു വാക്കാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, മാനസാന്തരപ്പെടുവിൻ,
വീണ്ടും ജനിക്കുവിൻ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുവിൻ. ഇതാണ് സുവിശേഷം. അല്ലാണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, നോ. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നതെന്നുള്ളതൊക്കെ കർത്താവ് നടത്തി തരുമെന്നൊന്നും അഷ്വർ ചെയ്യാൻ സുവിശേഷത്തിന് കഴിയുകയില്ല. ദൈവഹിത പ്രകാരം നീ ജീവിക്കുവാൻ തുനിയുന്നുവെങ്കിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തി തരും. ദൈവഹിതത്തിന് വിപരീതമായി നിന്റെ ഭോഗത്തിൽ ചെലവിടാൻ നീ വല്ലാതെ യാചിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാ ബൈബിള് പറഞ്ഞിരിക്കുന്നത്. നീ വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. വചനത്തെ കൂട്ടിക്കളയരുത്. കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സത്യസന്ധരായിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, സുവിശേഷം അറിയിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, സഭയായിട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതാണ് മാതൃകാപരം. അപ്പോസ്തലനായ പൗലോസ് അതിന് ഏറ്റവും നല്ല മാതൃകയാണ്. 2 കൊരിന്ത്യർ 10:16 താൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മറ്റൊരുത്തിന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുക അത്രേ ചെയ്യുന്നത്. ഈ വലയെ കയറി വീശ എന്ന് പറയുന്ന ടീമുകളുണ്ട്. ഞാനത് നിങ്ങൾക്കറിയാം. ഈ വലയെ കയറി വീശ എന്ന് പറഞ്ഞ വല്ലവനും വല വീശി അതിൽ കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് കയറി വീശാൻ നടക്കുന്നവര് പറഞ്ഞ മനസ്സിലായല്ലോ. വല്ലവരും ഒന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞ വേഗം പാർട്ടികളൊക്കെ റെഡിയാണ് അവരെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെയുള്ള നാണം കെട്ട വേലയൊന്നും ചെയ്യരുത്. അത് നാണം കെട്ട ഇടപാട്. കർത്താവ് അങ്ങനെയല്ല നമ്മെ കാണിച്ചു തരുന്നത്. മറ്റൊരുത്തൻ പ്രവർത്തിക്കാത്ത മേഖലകളിൽ പോയി പ്രവർത്തിക്കുക. വളരും തോറും പിളരും തോറും വളരുമെന്നുള്ള പ്രിൻസിപ്പിൾ അല്ല ദൈവസഭയുടേത്. ദൈവസഭ അങ്ങനെ പിളരാനുള്ളതല്ല, നിലനിന്ന് മുന്നോട്ട് പോകാൻ ഉള്ളതാണ്. പുതിയ ആത്മാക്കളായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് പേരിന് കുറെ സഭകൾ അടർത്തിയെടുത്ത് സ്ഥാപിച്ച് ഞങ്ങൾ മിടുക്കന്മാരാണ് എന്ന് സ്ഥാപിക്കുവാൻ ഈ ലോകത്തിൽ കഴിയും. കർത്താവിന്റെ മുമ്പിൽ വലിയ വട്ടപൂജ്യമാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വലിയ വട്ടപൂജ്യമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രീതിയിലുള്ള സ്വാർത്ഥതകൾക്കൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. കൃത്യമായിട്ട് കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ വേല സ്വാർത്ഥതയില്ലാത്തത് ആയിരിക്കട്ടെ. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ആവശ്യമുണ്ട്. ഇങ്ങനെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ, വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരും കഷ്ടം സഹിക്കുന്നവരുമായി തീരുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യം നമ്മിൽ ഉണ്ടാകുവാൻ ഇടയാകും സഭയായിട്ട്. മാത്രമല്ല, നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം. അതിനെക്കുറിക്കുന്ന ചില വാക്യങ്ങളും കൂടെ വായിച്ച് നമുക്ക് ഈ ഭാഗം കടന്നു പോകാം. എഫേസ്യർ 5:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ. ഞാനത് കഴിഞ്ഞ ചിന്തിച്ചതാണ്. കർത്താവിന്റെ സഭയിൽ നാം കടന്നു വരുമ്പോൾ ഒരു ഭയം നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഭയം ആരാണ്? ക്രിസ്തു. നമ്മുടെ തലയായിരിക്കുന്ന ക്രിസ്തു സഭയിലുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ അതിൻ്റെ മധ്യമുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇവിടെ ഉണ്ട്. ഈ ഭയം നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ ഈ ഭയത്തിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ നമുക്ക് പാടില്ല. നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാണ്. 4:29 എഫേസ്യർ: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. സഭാമധ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മിക വർധനയ്ക്ക് ഉതകുന്നത് മാത്രം സംസാരിക്കണം. ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഞാൻ കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 12 ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. 12, 13, 14 ഒക്കെ കൃപാവരങ്ങളെ കുറിച്ചാണല്ലോ വായിക്കുന്നത്. അപ്പൊ ഈ കൃപാവരങ്ങൾ എന്തിനാ സഭയെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവിടെ നൽകുന്നുണ്ട്. കൃപാവരങ്ങൾ: 1, കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. 2, എല്ലാവർക്കും അറിയാവുന്ന വാക്യം, പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൊതുപ്രയോജനത്തിനായി, ആത്മിക വർധനയ്ക്കായി. നമ്മൾ സഭയിൽ കടന്നു വന്ന് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും ഒരു ലക്ഷ്യം: മറ്റുള്ളവരുടെ ആത്മിക
വർധന ആയിരിക്കണം. രണ്ടാമത്തേത് കർത്താവിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഇതല്ലാത്ത ഒരു ശുശ്രൂഷയും ദൈവസഭയിൽ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരെ കുത്തുക, മറ്റുള്ളവരെ ഇകഴ്ത്തുക, മറ്റുള്ളവരെ അപമാനിക്കുക, ഇതൊന്നും അരുതാത്ത കാര്യങ്ങളാണ്. ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വളരെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. കാരണം എന്താ? ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് നമ്മളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. ഞാൻ എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇടയിൽ വളരെ സ്വാതന്ത്ര്യമുള്ള സഭയാണ് നമ്മുടെ ബ്രദറൻ സഭകൾ. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു സഭകളും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ഈ ചെറിയ കാലഘട്ടത്തിൽ പല സഭകളിൽ പോയിട്ടുണ്ട്. പെന്തക്കോസ്ത് സഭയിൽ അംഗമായിരുന്നിട്ടില്ല, പക്ഷെ പോയിട്ടുണ്ട്. അവിടെ പലപ്പോഴും പാസ്റ്റർമാർക്ക് നല്ല സുപ്രീമസി ഉണ്ട്. അത് അവർ കുറേയൊക്കെ പേടിപ്പിച്ച് നിർത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശാപം നിന്റെ മേൽ വരുന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ പേടിച്ച് ഇരിക്കും. ഒരു പരിധി വരെ അത് ശരിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ നേരെ ഒന്നും ആരും കടന്നുകയറ്റത്തിന് സാധാരണഗതിയിൽ മുതിരില്ല. ലോക്കൽ ചർച്ചസിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയും വളരെ കർക്കശമായ കാര്യങ്ങൾ. നേതൃത്വത്തിന് നേരെ വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ശിക്ഷണ നടപടി ഉണ്ടാകും. എന്നാൽ ബ്രദറൻ സഭയിൽ എല്ലാവരും സഹോദരന്മാരാണ്. അതാ കർത്താവിൻ്റെ വചനം. നിങ്ങളാരും നായകൻ എന്ന് പേരെടുക്കരുത്, ഗുരു എന്ന് പേരെടുക്കരുത്. നിങ്ങളെല്ലാവരും സഹോദരന്മാരാ. എല്ലാവരും സഹോദരന്മാരാ, എൽഡേഴ്സ് അടക്കം. നമുക്ക് എൽഡർ എന്നുള്ള ടൈറ്റിൽ ഇല്ലല്ലോ. പക്ഷെ അതൊരു ബലഹീനതയായിട്ടും ചിലപ്പോൾ ആൾക്കാർ കണക്ക് കൂട്ടാറുണ്ട്. സഹോദരന്മാരല്ലേ, അപ്പൊ എല്ലാവർക്കും എല്ലാം പോലെ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സ്ഥാനം നിമിത്തം നാം ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. ഭയപ്പെടേണ്ടവരെ ഭയപ്പെടണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അത് ദൈവവചനമാണ്. അതാ പറഞ്ഞ് ഞരങ്ങിക്കൊണ്ടല്ല, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെ. മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ അതാ പറഞ്ഞ് ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബഹുമാനം കൊടുക്കേണ്ടവർ ബഹുമാനം കൊടുക്കണം. ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവസഭയിൽ ചിലപ്പോഴൊക്കെ പരിധികൾ വിട്ട് സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രിയമുള്ളവരെ, അത് അവോയ്ഡ് ചെയ്യണം. ഒരിക്കലും ഒരു ഭക്തന് അത് ചേരുന്ന കാര്യം അല്ല. ഭക്തൻ അങ്ങനെയല്ല. ഭക്തനറിയാം ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ എന്ന്. അതുകൊണ്ട് മാനുഷികമായിട്ടുള്ള കൈകടത്തലൊന്നും താൻ നടത്തില്ല. അതെന്താ? ദൈവത്തിന്റെ സമയത്ത് ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നവനാണ്. അങ്ങനെ തന്നെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവനെ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. അവൻ ഭംഗിയായി ചെയ്തുകൊള്ളും എന്ന വിശ്വാസം ഭക്തനുണ്ട്. അതുകൊണ്ട് ഇവന്റെ എന്തെങ്കിലും അങ്ങോട്ട് കയറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്ന് ഭക്തനറിയാം. എന്നാൽ ഭക്തിയില്ലാത്തവർക്ക് ഇതറിയാത്തത് കൊണ്ട് അവർ അവരുടെ കാര്യങ്ങളും കുറെയൊക്കെ തള്ളാൻ ശ്രമിക്കും. ശിക്ഷാർഹമാണ്. ദൈവം അതിനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ജെയിംസ് യാക്കോബ് 3:13, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പൊ ജ്ഞാനത്തിന്റെ ലക്ഷണം ഏതാണ്? ജ്ഞാനത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൗമ്യത. നമ്മിൽ സൗമ്യത ഉണ്ടാകുമ്പോൾ, സൗമ്യത എന്ന വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് സൗമ്യത? താഴ്മയും വിനയവും ഉണ്ടാകണം. ഞാൻ ചെറിയവനാണ്, ഞാൻ അപ്രധാനി ആണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ ഞാൻ എന്നെ തന്നെ ശാന്തനായി, ചെറിയവനായി, വിനയമുള്ളവനായി താഴ്ത്തുന്നതാണ് സൗമ്യത. അതാണ് ജ്ഞാനം. ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് സൗമ്യത. അത് ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. ദൈവം സൗമ്യത ഉള്ളവനായതുകൊണ്ടാ ദൈവത്തിന്റെ എതിരാളിയായിരിക്കുന്ന സാത്താൻ അവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ധൈര്യപ്പെടുന്നത്. ഞാൻ പലപ്പോഴും യോബിന്റെ പുസ്തകം വായിക്കും വണ്ടടിക്കാറുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിന് എങ്ങനെ എത്ര സമാധാനമായിട്ട് ഇവനോട് സംസാരിക്കാൻ പറ്റുന്നതെന്ന്
ഞാൻ വണ്ടടിക്കാറുണ്ട്. എന്താണ് കാരണം? ദൈവം ചെയ്യുന്നതിനൊക്കെ പാര വയ്ക്കുന്നവനാണ്. നീ എൻ്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? എങ്ങനെ എത്ര സമാധാനമായിട്ട് ദൈവത്തിന് സംസാരിക്കാൻ പറ്റുന്നേ? അവൻ ജ്ഞാനത്തിന്റെ മൂർത്തിയാണ്. അവനിൽ ജ്ഞാനമുണ്ട്. സൗമ്യനാണ് ദൈവം. ദൈവം സൗമ്യനാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബലഹീനനാണെന്ന് വ്യാഖ്യാനിക്കരുത്. അത് ദൈവം നീതിമാനാണ്, ന്യായാധിപതിയാണ്, എല്ലാം ചെയ്യാനായിട്ട് കഴിവുള്ളവനാണ്. ദൈവം കോപിക്കുന്നവനുമാണ്. പക്ഷെ താൻ നീതി മാത്രമേ ചെയ്യുള്ളൂ. കോപിച്ചാൽ നമ്മുടെ പോലെയല്ല. ദൈവം സൗമ്യനാണ്. അതാണ് ജ്ഞാനം. അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് ദൈവത്തിന്റെ ഭക്തന്മാരിൽ കാണപ്പെടേണ്ട കാര്യമാണ് സൗമ്യത. നമ്മുടെ ജീവിതത്തിൽ സൗമ്യത കുറവാകുമ്പോൾ ദൈവം അതിനുള്ള അവസ്ഥ തരും നമ്മില് സൗമ്യരായിരിക്കാൻ. അതെന്താ? മിണ്ടാൻ പറ്റില്ല, സഹിക്കേണ്ട ആവശ്യം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ സൗമ്യത ശരിക്കും പഠിക്കുക. അത് ഒരു ഭാഗ്യമായിട്ട് എണ്ണി സൗമ്യതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയിൽ സൗമ്യത വെളിപ്പെടുത്തണം. ഗലാത്യർ 6:1 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്താ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം? ദൈവസഭകളിൽ സൗമ്യത നമുക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഴ്ചയിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കുകയില്ല, മറിച്ച് ദുഃഖിക്കും. അവർ യഥാസ്ഥാനപ്പെടുന്നതിൽ നമ്മൾ വളരെ സന്തോഷമുള്ളവരായിരിക്കും. പക്ഷെ ദുഃഖകരമായൊരു സത്യം ഞാൻ പറയാം. ദൈവസഭകളിൽ ചിലപ്പോൾ ചിലരുടെ വീഴ്ച ആഘോഷിക്കുന്ന വിശ്വാസികളും ഉണ്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? ആഘോഷിക്കുന്ന വിശ്വാസികൾ. പൈശാചികമാണ് ആ സ്വഭാവം. അത് ദൈവത്തിൻ്റെതല്ല, അത് പിശാചിൻ്റെതാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. ഒരുത്തൻ തെറ്റിപ്പോയെങ്കിൽ അവൻ തിരിച്ചു വരുവോളം ദുഃഖിക്കുന്ന മനസ്സാണ് ഒരു ഭക്തന്റെ മനസ്സ്. നിങ്ങൾ ഈ യെരമ്യാവിന്റെ പ്രവചന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിലാപം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ യെരമ്യാവിനെ അപമാനിച്ചിട്ടുള്ളത് പോലെ വേറെ ഒരു പ്രവാചകനെയും അപമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം കണ്ണീരിന്റെ പ്രവാചകനാണ് യെരമ്യാവ് എന്ന് പറയുന്നതിന്റെ മുഖ്യ കാരണം ഇവരുടെ സ്വഭാവമാണ്. കിണറ്റിൽ തള്ളിയിടുക, പറഞ്ഞ കേൾക്കാതിരിക്കുക, എന്ത് ചെയ്താലും എതിരാണ് നിൽക്കുക. എന്നാൽ ഈ വിലാപം എഴുതിയിരിക്കുന്ന നമ്മൾ വായിക്കുമ്പോൾ ഇതൊന്നും സംഭവിക്കാത്ത പോലെ യെരമ്യാവ് എഴുതുന്നത്. അയ്യോ, ജനസമ്പൂർണയായ നഗരം ഏകാന്തയായി തീർന്ന എങ്ങനെ? കുട്ടികൾ തലയ്ക്കൽ വീണ് കിടക്കുന്നു. അമ്മമാർ അപ്പം ചോദിക്കുമ്പോൾ അവർക്കൊന്നും കൊടുക്കാനില്ല. എന്താ അതിന്റെ പിറകിലുള്ള കാരണം? പ്യുവർ ഗോഡ്ലി ലവ്. വേറെ ഒന്നും ഇതിന്റെ പിറകിലില്ല. യെരമ്യാവിനോട് അവർ ചെയ്തത് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായുള്ളൂ എന്നാ പറയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല യെരമ്യാവ് പറയുന്നത്. അയ്യോ, എൻ്റെ കണ്ണ് ജലധാരയായി തീരട്ടെ, എൻ്റെ തല വെള്ളമായി തീരട്ടെ, ഞാൻ കരയട്ടെ. എന്താ കാരണം? ഇസ്രായേൽ തകർന്നു പോയിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ദൈവസ്നേഹം. എന്നാൽ ചിലരുടെ വീഴ്ചയിൽ ആഘോഷം കണ്ടെത്തുന്നവരല്ല. ചിലർ വീഴുമ്പോൾ കരക്കമ്പികൾ പരത്തുന്നതല്ല ദൈവസ്നേഹം. ഒരാൾ വീഴുമ്പോൾ നീ തന്നെയാണ് വീണത് എന്ന് മനസ്സിലാക്കുന്നതാണ് യാഥാർത്ഥ്യം. സഭയിൽ ഒരാൾ തെറ്റിപ്പോകുമ്പോൾ സഭയാണ് തെറ്റിപ്പോകുന്നത്. സഭയിൽ ഒരാൾ അശുദ്ധിയിൽ പെടുമ്പോൾ നീയും അശുദ്ധനായി ദൈവത്തിന്റെ മുൻപാകെ തീരുകയാണ്. ഒരാൾ തെറ്റിപ്പോകുമ്പോൾ സഭ തെറ്റിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവ് നിനക്കുണ്ടാകുമ്പോൾ നീയും വേദനിക്കാൻ തുടങ്ങും, നീയും കരയാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ തെറ്റിപ്പോകുമ്പോൾ നീ ആഘോഷിക്കാറുണ്ടോ? ഒരിക്കലും ചെയ്യില്ല. അതെന്താ? അതെന്റെ മക്കളാണ്, ഇത് ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മീകരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ. എന്നിട്ട് പറയാണ്, നീയും വീഴാതെ സൂക്ഷിച്ചോളും. അതെന്താ അങ്ങനെ പറഞ്ഞ അവിടെ? അത് പറയാൻ കാരണമുണ്ട്, ഞാൻ പറയാം.
ചില മനുഷ്യരുണ്ട് വളരെ കഠിനന്മാരാ, ഒരു ദയം കാണിക്കുകയില്ല. അയാൾ എന്തിനാ അങ്ങനെ ചെയ്തേ, ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ 100 കാരണം പറഞ്ഞ് വീണു പോയവനെ ഇനി ഒരിക്കലും യഥാസ്ഥാനപ്പെടുവാൻ സാധ്യതയില്ലാതെ വണ്ണം തള്ളിക്കളയും. പക്ഷേ ഓർക്കുക, നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്നു കിട്ടും. നിന്നെ ദൈവം വീഴ്ത്തും. പ്രിയമുള്ളവനെ, നീ അങ്ങനെ ചെയ്താൽ നിന്നെ ദൈവം വീഴ്ത്തും. അതെന്തിനാണെന്നറിയാമോ? നീ കരുണ കാണിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ചില മനുഷ്യർ വല്ലാത്ത തെറ്റുകളിൽ ചെന്ന് വീഴും. ഭയങ്കര ആത്മീയന്മാരാണെന്ന് തങ്ങളെ തന്നെ പ്രശംസിച്ചിരുന്നവരാ, പക്ഷെ വലിയ തെറ്റിൽ ചെന്ന് വീഴും. അതെന്തിനാണെന്നറിയാമോ? ദൈവം ചില പാഠം പഠിപ്പിച്ചു കൊടുക്കുക. നീ നിൽക്കുന്നത് എന്റെ കൃപയാലാണ്, അല്ലാണ്ട് നിന്റെ ശക്തിയാൽ അല്ല. നീ കൃപ കാണിക്കാഞ്ഞത് കൊണ്ട് നിന്റെ കൃപ ഞാൻ എടുത്തു മാറ്റാൻ പോവുകയാണ്. നിമിഷ നേരം കൊണ്ട് അവനും തെന്നി വീഴും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ദൈവസഭയിൽ കരുണ കാണിക്കണം. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. കരുണ കാണിക്കാത്തത് കൊണ്ട് പിന്മാറിപ്പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സഭ അതിന് ഉത്തരവാദികളുമാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കരുണ കാണിക്കാനാണ്, സ്നേഹം കാണിക്കാനാണ്, മനസ്സലിവ് കാണിക്കാനാണ്, ദയ കാണിക്കാനാണ്, ദൈവത്തെ പോലെ ദീർഘമായി ക്ഷമിക്കുവാനാണ്. ദൈവം ദീർഘമായി ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കില്ലല്ലോ പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ദീർഘക്ഷമ നമ്മൾ അനുഭവിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് എന്തിനാ പിശിക്കുന്നത്? ധാരാളമായിട്ട് അങ്ങ് കൊടുക്കുക. ദൈവസഭകളിൽ ഈ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നല്ലതായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യത്തിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഒരാൾ വീഴാൻ നോക്കി നിൽക്കും. പ്രത്യേകിച്ച് വേലക്കാരുടെ ഇടയിൽ ഇത് വലിയ രൂക്ഷമായ പ്രശ്നമാണ്. എനിക്കറിയാം, ഇല്ലാത്തത് പോലും കെട്ടിച്ചമയ്ക്കും. ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, സംഭവിച്ചിട്ടുള്ളൂ. ഇല്ലാത്തതൊക്കെ എന്തിനാന്നറിയാമോ? അസൂയ. എന്താ അസൂയ? ഈ പറഞ്ഞ ടീമുകൾ കുറെ കാലം അധ്വാനിച്ചിട്ട് ഒരു ആത്മാവിനെയും കിട്ടിയില്ല. ദൈവം ഇദ്ദേഹത്തിന് കുറച്ച് ആത്മാക്കളെ കൊടുത്തപ്പോ കടുത്ത അസൂയ. അതുകൊണ്ട് ഇല്ലാത്തത് മുഴുവൻ കെട്ടിവെക്കുകയാണ് അദ്ദേഹത്തിന്റെ മേത്ത്. പേപ്പറുകൾ പ്രസിദ്ധീകരണം, ആ ന്യൂസ്, ഈ ന്യൂസ്. നാണമില്ല ഇങ്ങനെ ചെയ്യുവാൻ? നീ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടതല്ലേ? ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ നീ എന്ത് ചെയ്യും? ദൈവസ്നേഹത്തിന്റെ അഭാവമാണ് അതിന്റെ പുറകിലുള്ളത്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയേ ഉള്ളൂ, അത് തുറന്നു കാണിക്കുകയില്ല. ദീർഘക്ഷമ കാണിക്കണം, ദയ കാണിക്കണം, മനസ്സലിവ് കാണിക്കണം. നമ്മളും ഇതൊക്കെ അനുഭവിച്ചവരല്ലേ, അനുഭവിക്കുന്നവരല്ലേ. ദൈവസഭ ആ സൗമ്യതയുടെ ഒരു സ്ഥലമായിട്ട് തീരട്ടെ. എഫേസ്യർ 4:2 നാം ഇങ്ങനെ വായിക്കുന്നു, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ഓർക്കുകയും ചെയ്യണം. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവഭക്തന്മാർ അങ്ങനെയാണ്. ദാനിയേൽ ഭക്തനായ മനുഷ്യനായിരുന്നു. പക്ഷെ ഭക്തനായ ദാനിയേൽ തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥം ചെയ്യുവാനായിട്ട് ഇരിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെടുത്ത് വായിക്കണം ആ ഭാഗം. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്നോട് പാപം ചെയ്തു. ദാനിയേൽ എന്ത് പാപം ചെയ്തെന്നാ? ഒന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധനായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്, ദൈവഭക്തൻ. പക്ഷെ അവൻ പറയുകയാണ്, ഞാനും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്നോട് പാപം ചെയ്തു യഹോവേ. നെഹമ്യാവ് പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. ഭക്തന്മാരൊക്കെ അങ്ങനെയാ. മറ്റുള്ളവരുടെ പാപം എൻ്റെ പാപം കൂടെയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുക്കും. അവരെ ദൈവം സ്നേഹിക്കുന്നു. അതെന്താ? അവർ ദൈവത്തെ പോലെ ദയ കാണിക്കുകയാണ്, മനസ്സലിവ് കാണിക്കുകയാണ്. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സൗമ്യത വേണം, ദീർഘക്ഷമ വേണം, പൂർണ്ണ വിനയം വേണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. ദൈവസഭയിൽ ഇങ്ങനെ നാം വചനത്തിന് സാക്ഷ്യം വഹിച്ച് സൗമ്യതയുള്ളവരായി കഷ്ടം സഹിക്കുന്നവരായി തീരുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകും. അവരെ നോക്കി ദൈവമക്കൾ പറയും, അവൻ വാസ്തവത്തിൽ ഒരു ഭക്തനാണ്. ആ സാക്ഷ്യമാണ് ദെമത്രിയോസിനെ കുറിച്ച് പറയുന്നത്. സത്യത്താൽ തന്നെയും സാക്ഷ്യമുണ്ട്, എല്ലാവരാലും സാക്ഷ്യമുണ്ട്, ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഇതായിരിക്കട്ടെ
നമ്മളുടെ ലക്ഷ്യം. 5 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ സാമൂഹ്യ തലത്തിൽ ഈ വിഷയം എങ്ങനെ നമുക്ക് നടത്താമെന്നുള്ളതിലേക്ക് ഒന്ന് കടക്കുക മാത്രം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. സഭയിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ജീവിതസാക്ഷ്യവും വചനസാക്ഷ്യവും സഹിഷ്ണുതയും അതുപോലെ സൗമ്യതയും അനുഭവസ്ഥരാക്കുമ്പോൾ അത് കുടുംബത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ പിന്നെ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ മെച്യൂരിറ്റി കാണിക്കും. അത് സഭയിലേക്ക് കടന്നു വരും. സഭയിലും നമ്മൾ മാതൃക പാത്രങ്ങളായിരിക്കും. അതാണ് സമൂഹത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. സമൂഹം നമ്മെ കാണുമ്പോഴും ഈ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മളുടെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കണം. പ്രസംഗിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെ ആയിരിക്കണം. വചനത്തിന് നാം സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ചിലരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുജനം നമ്മെ ശരിയായി തിരിച്ചറിയും. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു പ്രായം ചെന്ന അപ്പച്ചനെ കുറിച്ചിട്ട്. ആ അപ്പച്ചൻ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ സിഗരറ്റ് വലിക്കുന്നവനൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്ത് ഇങ്ങനെ പിറകി വെച്ചോണ്ട് നിൽക്കും. അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ അറിയുന്ന ആളൊന്നുമല്ല, എന്നാലും ഒരു ബഹുമാനം. എന്താണ് ബഹുമാനത്തിന് കാരണം? ഇദ്ദേഹം പ്രസംഗിക്കുന്ന യേശു വിശുദ്ധനാണ്, അദ്ദേഹവും വിശുദ്ധൻ ആണ്. അപ്പോൾ ഒരു പോരായകത എനിക്ക് തോന്നുകയാണ്. അവനെ കുറിച്ച് തന്നെ ഒരു പാപബോധം അപ്പോൾ വരികയാണ്. അവൻ്റെ പ്രവൃത്തി ശരിയല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളാണ് ലോകത്തിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവർ. നമ്മൾ വായടച്ചിരിക്കരുത്. നമ്മൾ വചനത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളവരാണ്. ഇപ്പോൾ ഒരു വിശ്വാസി വസിക്കുന്ന സമൂഹത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ചിലരെ ആകർഷിക്കണമെങ്കിൽ നമ്മൾക്ക് അവരുടെ മധ്യ നല്ല ജീവിത സാക്ഷ്യം ഉണ്ടായിരിക്കണം. അത് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. കഷ്ടത വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിലുള്ള മനുഷ്യരുടെ പോലെ എണ്ണിപ്പറുക്കുകയും അയ്യോ 10 എന്നൊക്കെ പറയുക ചെയ്താൽ അവർ നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. എന്നാൽ കഷ്ടതയുടെ മധ്യം നമ്മൾ ധീരതയോടെ നിലനിൽക്കുകയാണെങ്കിൽ, സാരമില്ല എന്ന് പറഞ്ഞ് നിലനിൽക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ചിന്താ വിഷയമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെയല്ലേ. രോഗം വരുമ്പോൾ അവരാകെ അങ്കലാപ്പിലാണ്. കഷ്ടതകൾ വരുമ്പോൾ അവരാകെ അങ്കലാപ്പിലാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യ ഇതൊക്കെ വരുമ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു വ്യത്യസ്തത അവർക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സഹിഷ്ണുത അവരുടെ മുമ്പാകെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് സുവിശേഷ നിമിത്തം കഷ്ടത സഹിക്കേണ്ടി വന്നാലും നമ്മൾ ആരും കേസ് കൊടുക്കാൻ പോകാത്തത്. കഷ്ടത നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഓഹരിയാണ്. സഹിഷ്ണുത നാം പുലർത്തേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. സമൂഹത്തിന്റെ മധ്യേ ഈ വാക്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ലോകത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ സാക്ഷികളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ ഭയമുള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. 1 തിമോത്തിയോസ് 3:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിന്ദയിലും പിശാചിന്റെ കണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരിക്കണം. മൂപ്പന്റെ യോഗ്യതയെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്. പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം. എന്താ ഈ നല്ല സാക്ഷ്യം? ഒരു ദുഷ്പേര് നമ്മളെക്കുറിച്ച് അവിടെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെക്കുറിച്ച് ആരും ദോഷമായ ഒരു വാക്ക് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ പാവപ്പെട്ട 2 പേര് കയറി വന്നപ്പോൾ അപ്പുറത്തുള്ള ചേച്ചി പറയുന്ന വാക്കാണ്, നിങ്ങൾക്ക് 2 സഹോദരിമാരവിടെ വന്നിട്ടുണ്ടെന്ന്. ഇത് എവിടുന്ന അദ്ദേഹത്തിന് സഹോദരി എന്നുള്ള പദം കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പറയാ 2 സഹോദരിമാരവിടെ വന്നിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ സഹോദരന്മാരാണെന്നുള്ളത് ഇവർക്ക് അറിയാം. ഈ പാവപ്പെട്ടവർ നമ്മുടെ സഹോദരിമാരാണെന്ന് നമ്മൾ എണ്ണുന്നു എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർ ആർക്കൊന്നും കൊടുക്കാറില്ല, അത് സത്യമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുമെന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുമ്പിൽ നമ്മൾക്കൊരു സാക്ഷ്യം നിലനിർത്തണം. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താണ്? നീതി,
ഉള്ളവരാണ്, വിശുദ്ധി ഉള്ളവരാണ്, അന്യായത്തിന് കൂട്ട് നിൽക്കുന്നവരല്ല. ഇത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുന്നവരെയാണ് നല്ല സാക്ഷ്യം പ്രാപിച്ചവർ എന്ന് പറയുന്നത്. മൂപ്പന്മാർ അങ്ങനെയുള്ളവരായിരിക്കണം എന്ന് 100% ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്നാണോ? ഒരിക്കലുമല്ല. എല്ലാവരും പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം. അതിർത്തി തർക്കം, അയൽക്കാരുമായി വഴക്ക്, സമൂഹത്തിൽ ഉണ്ടാകുന്ന കടിപിടി, ഇതൊന്നും നമുക്ക് പാടില്ല. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഉത്സാഹിപ്പിൻ, സമാധാനം. കർത്താവിൻ്റെ സാക്ഷ്യമായിരിക്കട്ടെ. ഒരു വാക്യം കൂടെ, എക്സഡസ്, പുറപ്പാട് 1:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. രാജകൽപ്പനയാണ് ലംഘിച്ചത്. രാജകൽപ്പന ലംഘിച്ചാൽ എന്താ ശിക്ഷ? വെട്ടിക്കളയും. പക്ഷേ സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. അതെന്താ? അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. അവർക്കതൊരു വെല്ലുവിളിയല്ല, അവരതിൽ സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മളും അങ്ങനെ ആയിരിക്കുക. ദൈവത്തെ ഭയപ്പെടണം, മനുഷ്യരെ അല്ല. എന്ത് തന്നെ സംഭവിച്ചാലും കർത്താവിൻ്റെ സാക്ഷ്യം നമ്മൾ നിലനിർത്തുവാൻ അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിപ്പാൻ നമ്മൾ ശ്രമിക്കണം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈ നാളുകളിൽ നിങ്ങൾ കടന്നു വന്നതിനായിട്ട് ദൈവത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അടുത്ത ആഴ്ച എല്ലാവരും കടന്നു വരണം. കാരണം ഞാനിത് ക്രോഡീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഒന്നുകൂടെ നമ്മൾ ക്യുക്കായിട്ട് റൺ ചെയ്യും. ദൈവഭക്തി എന്നുള്ള വിഷയം നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി മഹത്വമുള്ള ഒരു ജീവിതം കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ നന്മ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കും. അതിൽ ഞാൻ ഒട്ടും സംശയാലുമല്ല. 100% ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നുമെന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ അനേക ആഴ്ചകൾ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ഈ രീതിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ജീവിതസാക്ഷ്യം, വചനസാക്ഷ്യം, സൗമ്യത, സഹിഷ്ണുത എന്നീ 4 ക്വാളിറ്റീസ് സാമൂഹ്യ തലത്തിൽ എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുമെന്നുള്ള വിഷയമാണ്. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തുടക്കം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് അയവിറക്കിക്കൊണ്ട് നമുക്ക് അവസാനം വന്ന് ഇത് ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവഭക്തി എന്ന വിഷയമാണല്ലോ കഴിഞ്ഞ 30 ക്ലാസ്സുകൾ, ഈ ക്ലാസ് അടക്കം 31 ക്ലാസ്സുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തി എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള ഭയം ദൈവം ഭയങ്കരനായതുകൊണ്ടല്ല, മറിച്ച് ദൈവം ശ്രേഷ്ഠനായതുകൊണ്ടാണ്. അവൻ്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് അവനോട് ജനിക്കുന്ന ഭയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭയം എന്നുള്ളത്. അതിൻ്റെ കുറച്ചുകൂടെ വിസ്താരമായിട്ട് നാം ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ദിവ്യത്വം, വിശുദ്ധി, അതുപോലെ തൻ്റെ സർവാധികാരം, തൻ്റെ തേജസ്, തൻ്റെ മഹിമ, തൻ്റെ നീതി, ഇങ്ങനെയുള്ള തൻ്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നോട് നമുക്ക് ഒരു ആരാധനാ മനോഭാവം ജനിക്കും. തന്നെ പോലെ ആയിത്തീരുന്നത് നമ്മുടെ ആഗ്രഹമായിട്ട് തീരും. അതാണ് ദൈവഭക്തി. അതിന് ഏറ്റവും പ്രകടമായിട്ട് നമ്മുടെ മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്, വരച്ചു തന്നത്. അവനിലൂടെ ദൈവം തൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതാണ് ദൈവഭക്തിയുടെ പ്രായോഗികമായിരിക്കുന്ന അർത്ഥമെന്ന് നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവഭക്തി എന്തുകൊണ്ട് അനിവാര്യമാണ്, എന്തുകൊണ്ട് ഒഴിച്ചുകൂടാനാവാത്തതാണ്. വിശ്വാസത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ യാത്ര വിശ്വാസത്തിലാണ് നാം അവസാനിപ്പിക്കുന്നത്. വിശ്വാസത്താലാണ് നാം ഇവിടെ നിന്നും കടന്ന് പോകേണ്ടത്. അങ്ങനെയാണല്ലോ പഴയ നിയമസ്ഥന്മാരെ വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. വിശ്വാസത്താലാണ് ഇവിടുന്ന് പോകേണ്ടത്. അതുവരെയും നമ്മൾ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ, കർത്താവിന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, പ്രാധാന്യം അർഹിക്കുന്ന വിഷയം ദൈവഭക്തിയാണ്. ദൈവഭക്തന്മാർക്കാണത് സാധ്യമായി തീരുക. ഭക്തന്റെ മരണം അത് യഹോവയുടെ സന്നിധിയിൽ വിലയേറിയതാണ്. ഭക്തന്റെ മരണം, ഭക്തനെയാണ് ദൈവം ആ രീതിയിൽ അനുഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഡീപ്പാർച്ചർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുമ്പോഴാണ്. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭ്യമാകുന്നത്, മരണക്കിടക്കയിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ
നമ്മൾ ഭക്തരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ, ഞാൻ നല്ല പോർപ്പൊരി നല്ല ഓട്ടം തികച്ചു, ഇനി അടുത്ത ഫേസിലേക്ക് കടക്കാൻ തയ്യാറാ. ഈ പ്രിപ്പറേഷൻ നമ്മൾക്ക് ഉണ്ടാകുന്നത് ദൈവഭക്തരായിട്ട് ജീവിക്കുമ്പോഴാണ്. അതാണ് എന്തുകൊണ്ട് ദൈവഭക്തി ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ദൈവഭക്തന്മാരല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മരണക്കിടക്ക നമുക്ക് ഒരിക്കലും ഒരു സന്തോഷത്തിന്റെ കിടക്കയായിട്ട് തീരുകയില്ല. മറിച്ച് അത് നമ്മെ ടോർമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. ടോർമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ ചിന്തകളിൽ പഴയതൊക്കെയും കടന്നു വന്ന് നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി എല്ലാ വേദനയും സഹിച്ചതിന് ശേഷം, ആ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം ഇവിടുന്ന് കടന്നു പോകേണ്ടി വരും. അതൊരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ട് ഭക്തരായിട്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത് നമ്മൾ ചിന്തിച്ച ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്ന വിഷയമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കും. ഭക്തരായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ നന്മ അതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും, അത് നമ്മൾ അറിയും. അതിനേക്കാളും മികച്ച ഒരു അനുഭവം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി തീരുകയില്ല. ദൈവം നമ്മെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നൽകും. നമ്മുടെ പ്രാണനെ ദൈവം സംരക്ഷിക്കും. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. കരുണയും സഹായവും സമാധാനവും സന്തോഷവും ബഹുമാനവും ദൈവം നമ്മൾക്ക് നൽകും. നീതിയോടെ നമുക്ക് പ്രതിഫലം നൽകും. നല്ല കുടുംബത്തെ നൽകും. മാത്രമല്ല, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. തൻ്റെ ഭക്തന്മാർക്കാണ് ദൈവം തൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക. തൻ്റെ ഭക്തന്മാർക്കാണ് ദൈവം തൻ്റെ വചനത്തിലെ പ്രകാശനങ്ങളെ നൽകുക. കാരണം വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ എന്തെങ്കിലും കപ്പാസിറ്റിയെ അല്ല, നമ്മുടെ ഓറേഷൻ കപ്പാസിറ്റി, നമ്മുടെ വാക്ക് വൈഭവത്തെയോ അതുപോലെ നമ്മളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വിവരത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം ദൈവത്തെ ഭയപ്പെടുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു ദാവീദ് ഇടയബാലനെയാണ് ദൈവം ഇസ്രായേലിലെ ഏറ്റവും മികച്ച രാജാവായിട്ട് തീർത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും നടക്കുകയില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ ഇൻ എനി ഹ്യൂമൻ മെഷർ. മാനുഷികമായ പരിഗണന വെച്ച് അത് നടക്കില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി അവനില്ല, അതിനുള്ളതായിരിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അതിനുള്ള നോളജ് തനിക്കില്ല, ലോക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തനിക്കറിയില്ല. പക്ഷേ ദാവീദാണ് ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച രാജാവായിട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ളത്. അത് നിമിത്തം അവന് ദൈവം ഒരു കുടുംബത്തെ കൊടുത്തു. ദാവീദിന്റെ ദൈവത്തെ കെടുത്താതിരിക്കാൻ ദൈവം യഹൂദ ഏറ്റവും മോശമായിട്ട് അവർ ജീവിച്ചപ്പോഴും ദാവീദ് നിമിത്തം എന്നവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദ് നിമിത്തം ഒരു രാജാവിനെ അവിടെ ശേഷിപ്പിച്ചു. മാത്രമല്ല, ദാവീദിലൂടെ ലോകത്തെ ദൈവം അനുഗ്രഹിച്ചു. അവന്റെ സന്തതിക്ക് ദൈവം നിത്യരാജത്വം കൊടുത്തു, കർത്താവായ യേശു ക്രിസ്തുവിൽ. ആ ദാവീദിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മെ തീർത്തുമെന്ന് മാത്രമല്ല, അവനോടുകൂടെ നിത്യത വാഴുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ ആ ചെറിയ മനുഷ്യനെ, ഏറ്റവും നിസാരനെന്ന് അവന്റെ കുടുംബത്തിൽ പോലും പരിഗണിച്ച ആ ചെറിയ മനുഷ്യനെയാണ് ദൈവം ഉയർത്തിയത്. ഞാനത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഭക്തന്മാരായിട്ട് നാം ജീവിച്ചാൽ ദൈവത്തിന് നമ്മൾ ഏത് എക്സ്റ്റെന്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമേ അല്ല. കാരണം നമ്മുടെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. അവനാവശ്യം വിശ്വസ്തന്മാരായ മനുഷ്യരെയാണ്. അതുകൊണ്ട് നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തിയുടെ മർമ്മം ആരാണ്, അല്ലെങ്കിൽ ദൈവഭക്തി എന്നാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തിയുടെ മർമ്മം ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിലൂടെയാണ് ദൈവഭക്തി ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി തന്നത്. എന്താണ് ഒരു ഭക്തനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായി പിക്ചറൈസ് ചെയ്തത്, വെളിപ്പെടുത്തി തന്നത്, വരച്ചു കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ദൈവമക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പദ്ധതി. ആ പദ്ധതിയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ വീണ്ടെടുത്തതിന്റെ പിറകിലുള്ള ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ, തന്റെ പുത്രനോട് അനുരൂപരാക്കി തീർക്കണം. വേറെ ഒരു ഉദ്ദേശവും കർത്താവിനില്ല. എന്താ കാരണം? ഈ ഭൂമിയെ സ്ഥാപിച്ചിട്ട് ദൈവവചനപ്രകാരം 6000 to 7000 years ആയിട്ടുള്ളൂ.
അതിൻ്റെ പ്രസക്തി എന്താ? ഞാനതൊന്നും കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാം. ഭൂമിയെ ദൈവം ഉണ്ടാക്കിയപ്പോഴാണ് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്പേസും മാറ്ററും ടൈമും ഉണ്ടാക്കിയത് അപ്പോഴാണ് ദൈവം. അതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഊഹിക്കാൻ നമുക്ക് കഴിവില്ല. കാരണം അങ്ങനെ ഒന്നിനും ഊഹിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ല. ഈ വസ്തുക്കളും ഈ ടൈമും സ്പേസും ഇല്ലാത്ത, സമയവും സ്ഥലവും ഇല്ലാത്ത ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു നിത്യതയിലായിരുന്നു ദൈവം നിലനിന്നിരുന്നത്. എന്നാൽ അതിൻ്റെ ആരംഭമായിട്ടാണ് സ്പേസും ടൈമും മാറ്ററും ദൈവം ഉണ്ടാക്കി, ഭൂമിയെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ മെഗാ പ്രൊജക്റ്റിൻ്റെ ആരംഭമാണിത്. ഇനി വരാനുള്ള ലോകത്തെ ദൈവം നമ്മുടെ കൈകളിലേക്ക് തരാൻ പോവുകയാണ്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി വിശ്വസ്തന്മാരായിരിക്കുന്നവരുടെ കൈകളിലേക്ക് ഇനിയുള്ള ഭാവി ലോകത്തെ കർത്താവ് നൽകാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈ കീഴെ നമ്മൾ അവന്റെ സേവകന്മാരായി, അഥവാ അവനെ ആരാധിച്ചുകൊണ്ട് ഇനി നിത്യത കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഞാനൊന്ന് ഓർക്കുകയാണ് ഇത് വായിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ. കാരണം ഈ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് നമ്മയാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. അവനെ പോലെ ആയി തീരേണ്ടത് ആവശ്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അവിടെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ദാറ്റ് ഈസ് അവർ എക്സാം. അതാണ് നമ്മുടെ പരീക്ഷ. കർത്താവിന്റെ മുമ്പാകെ നാം നിൽക്കേണ്ട ഒരു ദിവസം വരും. അന്ന് നമ്മളുടെ സകല പ്രവൃത്തികളെയും കർത്താവ് ശോധന ചെയ്യും. നാം എത്രമാത്രം അവനോട് അനുരൂപരായിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ ദൈവം നൽകാനായിട്ട് പോകുന്നത്. ഈ ഭൂമിയിൽ സമർപ്പണമില്ലാത്ത ജീവിതം കഴിച്ചിട്ട് നിത്യതയിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തം കിട്ടുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അനീതിയുള്ളവൻ ഇനിയും അഴുക്ക് ആടട്ടെ. ഞാൻ വരുന്നു, എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലം ഇരിക്കുന്നത് പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. നിത്യജീവൻ കർത്താവിന്റെ ദാനമാണ്. പ്രതിഫലം പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്ന ഒരു ജീവിതം നമ്മൾ കഴിക്കരുത്. ദിസ് ഈസ് എ ടൈം ടു ഹാർവെസ്റ്റ് ഫോർ ഇറ്റേണിറ്റി. ഇന്ന് നമ്മൾ കൊയ്ത്ത് നടത്തേണ്ട സമയമാണ് നിത്യതയ്ക്ക് വേണ്ടി. അതിന് നമ്മെ സഹായിക്കുന്നത് ഭക്തരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവമക്കൾ എന്നുള്ള ഈ പരമപ്രധാനമായ പദ്ധതി നമ്മിൽ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജാഗ്രതയുള്ളവരായി ജീവിക്കുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വസ്തുത. അതിന് ദൈവം നമുക്ക് തന്ന മാതൃകയാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം, അവനാണ് ദൈവഭക്തിയുടെ മഹത്വവും, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ അളവ് മനുഷ്യർക്ക് അളക്കാവുന്നതല്ല, അത് ദൈവത്തിനാണ് അളക്കുവാൻ കഴിയുള്ളൂ. ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പാടിയ പാട്ട് വളരെ അർത്ഥവത്തായിരുന്നു. എന്താണ്? ദൂതവൃദ്ധം ആകവേ, അല്ലേ? ആ ദൂതന്മാരുടെയൊക്കെ മധ്യത്തില് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഫലം വാങ്ങുന്ന നാളുകളെ ഒന്ന് ഓർത്ത് നോക്കണം. എത്രയോ മനോഹരമായിരിക്കും. പക്ഷേ ഇന്ന് ഉറങ്ങിയും സമയം വൃഥാ കളഞ്ഞും ജീവിച്ചാൽ എത്രയോ നമ്മൾ ബുദ്ധിമോശമാണ് കാണിക്കുന്നത്, അല്ലേ? നമ്മൾ എത്രയോ എന്താ പറയുക, അതിന് ഞാൻ എങ്ങനെ പറയട്ടെ, കൊയ്ത്ത് കാലത്ത് കയ്യും കെട്ടി കിടക്കുന്ന ഒരുത്തൻ്റെ അവസ്ഥ എന്താണ്? കൊയ്ത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഇരക്കും. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ ഇരക്കും, കിട്ടില്ല ഒന്നും എന്ന് പറഞ്ഞതിൻ്റെ ആശയം കൊയ്ത്ത് കാലത്ത് ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവൻ അറുക്കുന്ന കാലത്ത് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കൈ നീട്ടിയാലൊന്നും കിട്ടുകയില്ല. ഇതാണ് ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചതി. അതെന്താണെന്ന് ചോദിച്ചാൽ ശീതവുമല്ല ഉഷ്ണവുമല്ല, ശീതോഷ്ണവാന്മാരാണ്. വലിയ തണുപ്പുമില്ല, എന്നാൽ വലിയ ചൂടുമില്ല. ഇതിന്റെ മധ്യേ കൂടെ ഒരു പോക്കാണ് ഇങ്ങനെ. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊന്ന് മാറ്റാൻ നമ്മെ ദൈവഭക്തി സഹായിക്കും.
ദൈവഭക്തിയിൽ ക്രിസ്തീയ സഭകൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവഭക്തി ദൈവസഭകളിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ വളരെയധികം ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തി എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പൂർവ്വകാല പരാജയങ്ങൾ നമ്മൾ വിലയിരുത്തുകയും മാനസാന്തരപ്പെട്ട് അവയെ ഉപേക്ഷിക്കുകയും കർത്താവിനായിട്ട് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇനിയുള്ള എൻ്റെ ജീവിതം ഇനി ഞാൻ പഴയ പോലെ ജീവിക്കുകയില്ല, ഇനി കർത്താവിന് വേണ്ടി മതി ലോകത്തിന് വേണ്ടി കരുതിയത് എന്നുള്ള ഒരു സമർപ്പണം നമ്മളിൽ ഉണ്ടാകണം. പഴയ തോൽവികളെ കുറിച്ച് നാം റിഗ്രറ്റ് ചെയ്യണം. മാത്രമല്ല റിപ്പൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ആ പാതയിലേക്ക് പോവുകയില്ല. മൂന്നാമത് റിനൗൺസ് ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവയെ തള്ളിപ്പറയണം. എനിക്കതിനോട് യാതൊരു ബന്ധവും ഇനിയില്ല. നാലാമത് നമ്മെ തന്നെ പുനർസമർപ്പണം ചെയ്യണം. കർത്താവിന്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ വന്ന നമ്മുടെ ക്ഷതങ്ങൾ, കുറവുകൾ പരിഹരിക്കുവാൻ, അതിനെ ഹീൽ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം. നമ്മെ തന്നെ ഹീൽ ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ല പാത്രങ്ങളായി ദൈവത്തിന്റെ മുമ്പാകെ വെളിപ്പെടുമ്പോൾ നമ്മുടെ യജമാനന് നമ്മെ ഉപയോഗിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അതിന്റെ തെളിവാണ് ഞാൻ. അതെന്താ നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ കർത്തൃത്വത്തെ ശരിയായി മാനിക്കാത്ത നാളുകൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തോൽവിയുടെ ഒരു അധ്യായമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ അവൻ എന്നെ ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അതാ ഞാൻ മുന്നേ പറഞ്ഞത്. ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്, കഴിവുള്ളവരെയല്ല. കഴിവൊക്കെ ദൈവം തന്നോളൂ. അതുകൊണ്ട് നമ്മൾ അത് സൂക്ഷിക്കണം. ദൈവഭക്തിയുടെ ആചരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. 5 തലങ്ങളിൽ അത് നമ്മൾ ചെയ്യണം. 1 വ്യക്തിപരം, 2 കുടുംബം, 3 സഭ, 4 സമൂഹം, 5 നിയമം. ഈ 5 തലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ പ്രാർത്ഥനാ നിരതരായിരിക്കണം. നമ്മൾ വചനം നന്നായി പഠിക്കുന്നവരായിരിക്കണം. വചനാസ്പദമായിട്ടുള്ള വിശ്വാസവും പ്രത്യാശയുമുള്ളവരായിട്ട് നാം ജീവിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നീതിയുള്ളവനായിരിക്കണം, ഭക്തനായിരിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടത്, എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം കടന്ന് വരണം. ദൈവത്തെ പോലെ സ്നേഹിക്കുവാൻ, പരിധികളില്ലാത്ത നിസ്സീമമായ ദൈവസ്നേഹം പകർത്തുവാൻ, മുൻവിധികളില്ലാതെ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നോക്കാതെ, വേണ്ടി വരുന്ന ചെലവ് നോക്കാതെ, മറ്റുള്ളവരുടെ പ്രതികരണം നോക്കാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ദൈവസ്നേഹം, ഔദാര്യം കാണിക്കണം. മൂന്നാമത്, ദൈവത്തെ പോലെ നമ്മൾ സേവനം ചെയ്യുന്നവര് ആയിരിക്കണം. ദൈവം തന്റെ സൂര്യനെ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്റെ മേലും ഉദിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് അതൊന്നും ചെയ്യുന്നതിന് പ്രയാസമില്ല. ദൈവം അവിശ്വാസികൾക്ക് മക്കളെ നൽകുന്നുണ്ട്, അവരുടെ കുടുംബത്തെ പുലർത്തുന്നുണ്ട്. ദൈവം സേവിക്കുന്നവനാണ്. മൂന്നാമത് നമ്മൾ കണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഭക്തിയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവർ ആയിരിക്കണം, നീതിയുള്ളവർ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഇത് നമ്മളുടെ തൂണുകളാണ്. ഇവയിൽ നാം തെറ്റിപ്പോയാൽ നമുക്കൊരിക്കലും ഭക്തി പാലിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. നാലാമത് നാം കണ്ടത്, ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കണം. എൻ്റെ വാക്കുകളും എൻ്റെ വിശ്വാസവും എൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള സാമ്യം ഉണ്ടായിരിക്കണം. 2, അവൻ്റെ വചനത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതാണ് നമ്മുടെ വിളി. സാക്ഷ്യം സഭയ്ക്ക് അകത്തല്ല, സഭയ്ക്ക് പുറത്താണ്. ഇവിടെ സാക്ഷ്യം പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെയല്ല നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം പുറത്താണ്. യേശു ക്രിസ്തു കർത്താവ് എന്ന് ലോകത്തോടാണ് നാം പറയേണ്ടത്. ഇക്കാര്യത്തിൽ നാം വർദ്ധിച്ചു വന്നേ മതിയാകൂ. അതാണ് ഞാൻ പറഞ്ഞത്. കൊയ്ത്ത് കാലത്ത് കൈകെട്ടി കിടക്കുന്നവൻ ശീതകാലത്ത് ഇരക്കും കിട്ടില്ല. ഈ ദുരനുഭവം നമുക്കുണ്ടാകരുത് പ്രിയമുള്ളവരെ. ഇന്ന് കൊയ്ത്തിനുള്ള സമയമാണ്, ആത്മാക്കളെ നേടാനുള്ള സമയമാണ്. അത് ചെയ്യുക. മൂന്നാമത്, അതിൻ്റെ മധ്യേ നാം പോകുമ്പോൾ നമ്മൾ സൗമ്യത കാണിക്കേണ്ടി വരും. നമ്മൾ സൗമ്യരായിരിക്കണം. നാലാമത്, സഹിഷ്ണുതയുള്ളവരായി തീരണം. നമ്മളുടെ ജീവിതത്തിൽ സഹിക്കുവാനായി
അതിൻ്റെ മധ്യ പിറുപിറുക്കാതെ സന്തോഷത്തോടെ അത് ചെയ്യുന്നവരായി തീരണം എന്നുള്ളതും നാം കാണുകയുണ്ടായി. ഇത് 5 തലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. നമുക്ക് സാമൂഹ്യ തലത്തിൽ എങ്ങനെ നമ്മളുടെ ജീവിത സാക്ഷ്യം, വചന സാക്ഷ്യം, സൗമ്യത, സഹിഷ്ണുത എന്നിവ പാലിക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച ഞാൻ 1 പത്രോസ് വായിച്ചുവോ എന്നെനിക്ക് ഓർമ്മയില്ല. 1 പത്രോസ് 2:11-12 ആ വാക്യം വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. ജീവിത സാക്ഷ്യം എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മധ്യേ ഞാൻ നല്ല നടപ്പുള്ളവൻ ആയിരിക്കണം. ജഡമോഹങ്ങളെ വിട്ട് നല്ല നടപ്പ് പാലിക്കണം. വിശ്വാസികൾക്ക് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇവിടെയാണ്. ലോകത്തിന്റെ മുമ്പാകെ മാതൃകാപത്രങ്ങളായിട്ട് തീരേണ്ട നാം പലപ്പോഴും തോൽവി അടയുന്നത് കാണാറുണ്ട്. നമ്മളുടെ ഇടപാടുകളിൽ സ്വാർത്ഥത. എന്താണ് ഈ സ്വാർത്ഥത? ദൈവം തന്ന സാധനങ്ങളുടെ പേരിലാണ് നമ്മൾ പലപ്പോഴും അവിശ്വാസികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വസ്തുക്കൾ, അതിർത്തി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ. ആർക്ക് വേണം ഇതൊക്കെ? കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനിരിക്കുകയാണ്. ഞാനൊരു ഒരു ഉദാഹരണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ എനിക്ക് സമയമില്ല. എന്നാലും ഇവിടെ നിന്നും സകലവും വിറ്റുപെറുക്കി അമേരിക്കയിൽ പോയി സെറ്റിൽ ആകാനിരിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ പിണറായി വിജയൻ എന്തു പറഞ്ഞു എന്നോ ശ്രീ നരേന്ദ്രമോദി എന്തു പറഞ്ഞു എന്നോ വലിയ വിഷയമായിരിക്കുമോ? അവനതൊരു വിഷയമല്ല. അതെന്താ? അവന്റെ പൗരത്വം മാറാൻ പോവുകയാണ്. ഈ ഇന്ത്യയുമായിട്ടുള്ള അവന്റെ ബന്ധം അവൻ വിച്ഛേദിക്കാൻ പോവുകയാണ്. അവൻ ഒരു പക്ഷേ വറി ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നതെന്നായിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് എന്ത് പ്രസക്തിയാണ് നമുക്കുള്ളത്? മനുഷ്യർ നമ്മെ ആട്ടിയാൽ ആട്ടിക്കോട്ടെ, മനുഷ്യർ നമ്മെ നിന്ദിച്ചാൽ നിന്ദിച്ചോട്ടെ, മനുഷ്യർ നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിൽ വേണ്ട. എന്താ വിഷയം? എന്റെ കർത്താവ് എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്നതായിരിക്കണം എന്റെ യഥാർത്ഥ വറി. സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളോട് എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളത് എന്ത് വിഷയമാണ് നമുക്ക്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇക്കാര്യത്തിൽ തട്ടിത്തടഞ്ഞ് വീഴുന്നവരാ. സാക്ഷ്യം നഷ്ടപ്പെടുത്തും നിസ്സാര കാര്യത്തിന് വേണ്ടി. ഞാൻ ഇന്ന് ആവർത്തന പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. നിന്റെ കൂട്ടുകാരൻ്റെ വയലിൽ കൂടെ പോകുമ്പോൾ നിനക്ക് മുന്തിരിത്തോട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ച് തിന്നാം, തൃപ്തിയാകും വണ്ണം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തൃപ്തിയാകും വണ്ണം നിനക്ക് തിന്നാം, എങ്കിലും പറിച്ച് പാത്രത്തിൽ ഇടരുത്. വയലിൽ കൂടെ കടക്കുമ്പോൾ കതിർ പറിച്ച് നിനക്ക് തിന്നാം, അരിവാൾ വെക്കരുത്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഇതിപ്പം നമ്മളോടാണ് ഈ അയൽക്കാരൻ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നെയ്ബർ എന്നാണ് കേട്ടോ. കൂട്ടുകാരൻ എന്നുള്ളത് ഫ്രണ്ട് എന്നല്ല, നെയ്ബർ എന്നാണ്. നമ്മുടെ നെയ്ബർ എങ്ങാനും എൻ്റെ പറമ്പിൽ കടന്നു വന്ന് ആ കായക്കൊലയെന്ന് ഒരു കഷ്ണം എങ്ങാനും എടുത്ത് തിന്നു കഴിഞ്ഞ് ഞാൻ എങ്ങനെയാ പ്രതികരിക്കുക കർത്താവ് എന്ന് ഞാൻ ചിന്തിച്ചു. അവരോട് പറഞ്ഞ കാര്യമാണിത്. തൃപ്തിയാകും വണ്ണം തിന്നാം, കുഴപ്പമൊന്നുമില്ല എന്നാ കൂട്ടുകാരന്, നെയ്ബറിന്. നമ്മളാണെങ്കിൽ വിവരം അറിയുമല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ വിശ്വാസം. ഞാൻ പറയാം, ഇത്രയൊക്കെയുള്ള നമ്മുടെ സാക്ഷ്യം. നമ്മുടെ കായക്കൊലയുമ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ നെയ്ബറാണേലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, നമ്മൾ 4 വാക്ക് പറയും. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ബോധർ ചെയ്യേണ്ട വിഷയം. മറിച്ച് ഞാൻ അത് അവന് കൊടുക്കുകയും അവനെ അനുഗ്രഹിക്കുകയും കൂടെ ചെയ്ത് വിട്ടാൽ അതിന്റെ പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കാൻ അനുഗ്രഹിപ്പിൻ, ശപിക്കരുത്. നമ്മൾ പലപ്പോഴും പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുന്നത്. എന്താ പ്രത്യാശയില്ല? ഈ വരുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയൊന്നും നമുക്ക് പലപ്പോഴും ഇല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാ. ഈ നക്കാപ്പിച്ചകൾക്ക് വേണ്ടിയാ നമ്മുടെ യുദ്ധം മുഴുവനും. എന്തിനു വേണ്ടി? ഇതൊക്കെ നിലനിൽക്കാൻ പോകുന്ന കാര്യമാണോ? ഈ ഭൂമിയെ ദൈവം തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ഭാരം? അത് പോകട്ടെ. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല ഭവനങ്ങളും അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ, ആ കൊച്ചു ഭവനങ്ങളെ പിഴുത് എറിഞ്ഞു കളയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അതിൻ്റെ വേദന. ഒരു ചെറിയ വീടാണ് ആകെ ഉള്ളത്.
അത് അടച്ചുറപ്പുള്ളൊരു വീടായിരുന്നെങ്കിൽ അവർ പിഴുതു കളയുകയില്ല. അടച്ചുറപ്പില്ലാത്തതുകൊണ്ട് അത് വന്ന് പറിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് പൊക്ക വിടുന്നു എന്ന് പറഞ്ഞു ആട്ടി വിടുകയാണ്. പക്ഷെ അതവർ സഹിക്കുന്നുണ്ട്. അവരുടെ പ്രതിഫലം നമ്മളെക്കാളും മികച്ചതായിരിക്കും. അതെന്താ? അവർ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുകയാണ്. കർത്താവിൻ്റെ നാമം നിമിത്തം നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാകട്ടെ. സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം നാം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. റോമർ 1:16. ഈ ഒരു മേഖലയിൽ നമ്മൾ നന്നായി ഇംപ്രൂവ് ചെയ്യണം. ഞാൻ പിന്നെയും പറയുകയാണ്, സമൂഹത്തിൽ നാം എന്ത് ചെയ്യുന്നതും സുവിശേഷ നിമിത്തമായിരിക്കണം. സുവിശേഷം ഒരാളോട് പറയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എൻ്റെ നെയ്ബറുമായിട്ട് ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ ലക്ഷ്യം അവനോട് സുവിശേഷം അറിയിക്കണമെന്നുള്ളതായിരിക്കണം. അതിന് തടസ്സമായത് ഒന്നും എൻ്റെ വായിൽ നിന്ന് വന്നുകൂടാ. അവൻ അയോഗ്യമായി ഇടപെട്ടാലും ഞാൻ ഒരു അക്ഷരം മിണ്ടരുത്. അതെന്താ? എനിക്ക് അവനോട് സുവിശേഷം പറയണം, കർത്താവിനെ കുറിച്ച് അവനോട് പറയണം. ഇതായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അവൻ്റെ സാക്ഷികളായി തീരുവാൻ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ടൈറ്റസ് 3:2. ദൂഷണം പറയരുത്. ഇന്നാരെ കുറിച്ച് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത്. നോ, അത് ദൈവമക്കൾക്കോ ദൈവഭക്തന്മാർക്കോ യോഗ്യമായിട്ടുള്ള കാര്യമല്ല. അയൽക്കാരെ കുറിച്ചായിക്കോട്ടെ, വീട്ടുകാരെ കുറിച്ചായിക്കോട്ടെ, പരദൂഷണം പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോ. അത് പിശാചിന്റെ പണിയാണ്, നമുക്കുള്ളതല്ല. പിന്നെയോ, കലഹിക്കരുത് ആരുമായിട്ടും. വളരെ ജാഗരൂകരായിട്ടിരിക്കണം കേട്ടോ. കാരണം നമ്മളെ പ്രതിയോഗി എപ്പോഴും തോണ്ടാനായിട്ട് നടക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അവൻ അവസരം നോക്കി നിൽക്കുക നമ്മളെ ഒന്ന് വീഴ്ത്താനായിട്ട്. സൂക്ഷിക്കുക, കലഹിക്കരുത്. പിന്നെയോ, ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത. നമ്മൾ കണ്ടു, വിനയം, താഴ്മ. എന്താണ് താഴ്മ? ഞാൻ അപ്രധാനം ആണ്. എന്താണ് വിനയം? ഞാൻ ചെറിയവനാണ്. വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ സൗമ്യത ഉണ്ടാവും. ഇത് എണ്ണിയാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പലപ്പോഴും ഈ തമിഴ്നാട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവരെപ്പോഴും സാർ എല്ലാവരെയും സാറെന്ന് വിളിക്കും. ഞാൻ നല്ലൊരു ഹാബിറ്റാണ് അവരുടെ. എപ്പോഴും ബഹുമാനത്തോടെ അവർ സംസാരിക്കില്ല. ഏറ്റവും ബഹുമാനം കേട്ട ജാതി മലയാളികളാണ്. നമ്മുടെ ഭാഷയിൽ നിന്ന് എല്ലാ ബഹുമാനം എടുത്ത് കളഞ്ഞു. പട്ടിക്കും പൂച്ചയ്ക്കും വസ്തുവിനും ആൾക്കും എല്ലാം ഒറ്റ വെർബ്. നിങ്ങളത് ചിന്തിച്ചാൽ മനസ്സിലാവും. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അവൾ പോയിട്ട് ആൾ, അവർ പോയിട്ട് ആർ. എല്ലാറ്റിനും ഒരു എൻഡിങ് വ്യത്യാസമുണ്ട് വെർബില്. ഇവിടെ വെർബിൽ എല്ലാം എടുത്ത് കളഞ്ഞു. അവനും പോയി, അവളും പോയി, എല്ലാം പോയി. ഒരു ബഹുമാനം ഇല്ലാത്തവരായി മലയാളികള്. നല്ലൊരു പങ്കും വർത്തമാനത്തിൽ. സ്വഭാവത്തിൽ അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ സ്വഭാവത്തിലും സംസാരത്തിലും ഭവ്യതയും മാന്യതയും എളിമയും നമ്മളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ആവശ്യം. പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അടുത്ത വാക്യം റോമർ 12:17 വരെ. ഞാൻ അങ്ങനെ ചെയ്യും, അവൻ ഇങ്ങനെ ചെയ്തല്ലോ. നെവർ. ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമ്മുടെ വായിന്ന് വരണ്ട. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നാം തന്നെ പ്രതികാരം ചെയ്യരുത്. ദൈവത്തിന് പകരം പറയുന്നു, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. നമ്മൾക്കുള്ളതല്ല പ്രതികാരം. വല്ലവനും വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഇതാണ് ആദ്യം വരിക നമ്മുടെ ഉള്ളിൽ. അത് പിശാച് കൊണ്ടുവരുന്ന ഈ പാവമാണ് അതിന് പ്രേരക ശക്തി. എന്തെങ്കിലും വല്ലവനും ചെയ്ത അന്ന് അവന് 2 ഇരട്ടി കൊടുക്കണം. ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പിശാചാണ്. കയ്യൂക്കുള്ളവൻ അത് ചെയ്യുകയും ചെയ്യും. ദൈവമക്കൾക്കുള്ളതല്ല, ദൈവഭക്തന്മാർക്കുള്ളതല്ല. അത് കർത്താവായ യേശു ക്രിസ്തു ശക്തിയിൽ ഒട്ടും കുറവുള്ളവനല്ല. പക്ഷേ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. അതാണ് ദൈവഭക്തി. കഷ്ടങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിൻ്റെ മധ്യേ തിരിച്ച് അടിക്കാൻ ഇടവരാതെ, നമ്മുടെ നാട്ടിൽ പറയും ഉരുളയ്ക്ക് ഉപ്പേരി, അത് വേണ്ട. സമാധാനം പാലിക്കാൻ അവിടെ ശ്രമിക്കുക. നിങ്ങളാലാവോളം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അതായത് ചിലർക്ക് നമ്മൾ എത്ര സൗമ്യത കാണിച്ചാലും അവർ സമാധാനം ആചരിക്കില്ല. വിട്ടേക്ക് അവരെ. അവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വരാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളാലാവോളം നമ്മൾ അതിന് ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടെ സഹകരിച്ച നല്ലൊരു പങ്കും
ഇക്കാര്യത്തിൽ വിജയം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ചിലരുണ്ട് ഒട്ടും സമാധാന പ്രിയർ അല്ലാത്തവർ. അതിനോട് നമ്മളിപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ആവോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെവിറ്റിക്കസ് 19:14, ലേവ്യ പുസ്തകം 19:14. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളും നമ്മൾ പാലിച്ചിരിക്കണം. ചിലപ്പോഴൊക്കെ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സങ്കടം തോന്നും. എന്നിട്ടാണ് സീനിയർ സിറ്റിസൺസ് അല്ലെ, എന്താണ് അതിനുള്ള മലയാള പദം? ബസ്സിൽ എഴുതിയിട്ടുണ്ട്, മുതിർന്ന പൗരന്മാർ. അവിടെ ഇരിക്കുന്നവരും ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്, ഈ മുതിർന്ന പൗരന്മാരെന്ന് എഴുതിയിട്ട് അതിന് താഴെ ഇരിക്കുന്നവന്മാരൊന്നും ഒരു മുതിർച്ചയും ഇല്ലാത്തവർ തന്നെയാണ്. നല്ല യൗവനക്കാരൊക്കെ കയറി അവിടെ ഇരിക്കും. ഇനി പ്രായമുള്ള ഒരാൾ കയറിയാൽ ഒരു മര്യാദയും കാണിക്കില്ല, അവിടെ തന്നെ അവരിയ്ക്കും. ഇതാണ് ലോകം. നമ്മളങ്ങനെ ആയിരിക്കരുത്. മുതിർന്നവരെ നാം ബഹുമാനിക്കണം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കണം. ചെകിടനെ ശപിക്കരുത്. കുരുടന്റെ മുമ്പാകെ ഇടർച്ച വെക്കരുത്. ദൈവം, എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഞാൻ യഹോവയാകുന്നു. ദൈവത്തെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, നിനക്ക് ഉത്തരം പറയേണ്ടി വരും. എൻ്റെ പ്രിയമുള്ളവർ, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. സകലവും വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തെ ഭയപ്പെടണം. പ്രായമായ ഒരു ബലഹീനരായിരിക്കാം, പക്ഷെ അവരുടെ ദൈവം ശക്തനാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നിയമത്തിന്റെ മുമ്പിലും ദൈവമക്കൾ ജീവിതത്തിലെ സാക്ഷ്യം പുലർത്തുന്നവർ ആയിരിക്കണം. ചില കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു പോവുകയാണ്. ഞാനത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ മുമ്പിൽ നമ്മെ കുറ്റം പറയാൻ ഇടവരാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ വരുമാന നികുതി, ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടവരാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ്. ചില നിയമങ്ങളൊക്കെ അതിനുണ്ട്. 5 ലക്ഷത്തിൽ കുറഞ്ഞുള്ള വരുമാനത്തിനൊന്നും ഇപ്പോൾ വേണ്ട. എനിക്ക് തോന്നിപ്പോൾ 7 ആക്കിയോ, അല്ല 5 തന്നെയാണ്, ഇപ്പോൾ 5 ആണ്. പിന്നെ മറ്റ് ചില സ്ലാബുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. വരുമാനം കൃത്യമായിട്ട് കാണിച്ച് കൊടുക്കേണ്ട നികുതിയൊക്കെ കൊടുക്കണം. സ്വതവേ വരുന്ന ഒരു സ്വഭാവമാണ് എങ്ങനെ പറ്റിക്കാം. ആരെ? ഗവൺമെന്റിനെ. ഗവൺമെന്റിനെ പറ്റിച്ച അത് ചോദ്യം ചെയ്യാൻ ഒരാൾ ഉണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഉന്നതനും മീതെ ഉന്നതനും അതിന്റെ മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അങ്ങനെയാണ്. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടായി. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, ഉന്നതന്റെ മീതെ ഒരു അത്യുന്നതന് ഇരിക്കുന്നുണ്ട്. അത്യുന്നതൻ പിടിക്കും. ടാക്സ് പറ്റിക്കുന്നവരെ അത്യുന്നതൻ പിടിക്കും. ഉള്ള നിയമങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിയമങ്ങളോട് മത്സരിക്കുന്നവൻ ദൈവ വ്യവസ്ഥയോടാണ് മത്സരിക്കുന്നത്. ടാക്സ് കൊടുക്കേണ്ടവനങ്ങ് ടാക്സ് കൊടുത്തേക്കണം. അത്രയും കുറച്ച് മതി. നമ്മുടെ വീട്ടില് നിയമം അനുസരിച്ച് ജീവിക്കുക. ദൈവമക്കൾ ഇക്കാര്യത്തിൽ അയോഗ്യമായി കാണപ്പെടരുത്. നിങ്ങൾക്ക് അറിയാമല്ലോ, മരിച്ചുപോയ ഒരു ദേവദാസനാണ്, വളരെ പ്രശസ്തനായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. ടാക്സിന്റെ കേസിലാണ് തന്നെ പിടിച്ചത് അവസാനം. അതെന്താ അങ്ങനെ വന്നേ എന്ന് ചോദിച്ചാൽ, താനക്കാര്യത്തിൽ കൃത്യനിഷ്ഠ കാണിച്ചില്ല. ഇൻകം ടാക്സ് സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. മറ്റൊരു കാര്യമാണ് വസ്തു ആധാര നികുതി. ഈ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണത്. ഒരു സാമൂഹ്യ തിന്മയാണ്. ആധാരം എഴുതുമ്പോൾ കൃത്യം തുക കാണിക്കാറില്ല. ഇതൊരു ഇൻഹെറന്റ് പ്രോബ്ലമാണ്. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പാപമാണ്. അറിയാതെ തന്നെ നമ്മളും ഇക്കാര്യത്തിൽ പങ്കാളികളായി പോകുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉള്ളതൊക്കെ പറയും. അതെന്താന്ന് വെച്ചാൽ, പഠിപ്പിക്കുന്ന വിഷയം അങ്ങനെയാണ്. നമ്മൾ വസ്തു വാങ്ങുമ്പോൾ ടാക്സ് പേപ്പർ, അതായത് മുദ്രപത്രം വാങ്ങണം. മുദ്രപത്രം എത്ര തുകയായിരിക്കണം എന്ന് ചോദിച്ചാൽ, വസ്തു 10 ലക്ഷത്തിന്റെ ആണെങ്കിൽ 10% ടാക്സിന് ഉള്ള പേപ്പർ മേടിക്കണം. 10 അതിലധികം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏരിയ. 1 ലക്ഷത്തിന്റെ ടാക്സ് പേപ്പർ നമുക്ക് വേണം ശരിക്കും നികുതിയുടെ എഴുതാനായിട്ട്. എന്നിട്ട് അതിൽ എഴുതുന്ന തുക 10 ലക്ഷം തന്നെയായിരിക്കും. 1 ലക്ഷത്തിന്റെ ടാക്സ് പേപ്പർ ആണെങ്കിൽ 10 ലക്ഷം എഴുതാം. 10 ലക്ഷം നികുതി കൊടുക്കുക. അപ്പം 1 ലക്ഷം എന്തിനാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്? ഇതാ സാധാരണ ആൾക്കാർ പറയാം,
ഇതൊക്കെ വെറുതെ എന്തിനീ ഗവൺമെന്റ് കൊടുക്കണം, അല്ല പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? ഇതാണ് അതിനുള്ള ന്യായം. ഞാൻ പറയട്ടെ, പാവപ്പെട്ടവർക്ക് ഇതും കൊണ്ട് അങ്ങോട്ട് പോകണ്ട. അതെന്താ? പാവപ്പെട്ടവരെ നോക്കാൻ ഒരു ദൈവം മേളിലുണ്ട്. അവൻ അനാഥന്മാരുടെയും വിധവമാരുടെയും അഗതികളുടെയും പിതാവാണ്. അവന് നോക്കാൻ അറിയാം. നിങ്ങളുടെ കള്ള പലിശ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ പോകണ്ട. ദൈവത്തിന് അതിലൊരു പ്രസാദവും ഇല്ല. അങ്ങനെ ഒരു സഹായം ചെയ്യരുത് ദയവ് ചെയ്ത്. ഈ പൈസ സാധാരണ സംഭവിക്കുന്നത് എന്താ അറിയോ? 2 ലക്ഷം എഴുതും, എന്നിട്ട് 20,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കും, 80,000 പോക്കറ്റിൽ. ഞാൻ പറയാം, ഇത് അനീതിയുടെ കൂലി. അനീതിയുടെ കൂലിയാണത്. ബലയാമിന്റെ കൂലി. കർത്താവിനെ വിറ്റ കാശ്. യൂദ 30 വെള്ളിക്കാശിനാണ് വിറ്റത്. നമ്മൾ പലപ്പോഴും അതിലും കുറച്ച് കൂടുതലാണ് മേടിക്കാറ്. ഹൃദയത്തിൽ നോവ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്ഷമാപണം ചെയ്യണം നിങ്ങളോട്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എത്ര കാലം ഈ പാപം തുടരും? 10 ലക്ഷത്തിന് വിറ്റ പ്രോപ്പർട്ടി സ്റ്റാമ്പ് പേപ്പറിൽ എന്നിട്ട് എഴുതി വയ്ക്കുക എത്രയാണെന്നറിയാമോ? 2 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് സൈനിട്ട് കൊടുക്കും. 8 ലക്ഷം ബ്ലാക്ക് മണിയായി. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. നമ്മുടെ ഇടയിൽ ഇത് ധാരാളം ഉണ്ട്. അങ്ങനെ വിൽക്കരുത് സ്ഥലം, അങ്ങനെ വാങ്ങുകയും വരുത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോഗ്യമല്ല. കാരണം ഈ പാപം എന്നും ചെയ്യേണ്ടി വരും. എന്നാൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം. ഞങ്ങൾ കുടുംബമായിട്ട് കറക്റ്റ് തുക കാണിച്ച് തന്നെ എഴുതുള്ളൂ. അതിൻ്റെ പേരിൽ കുറച്ച് കഷ്ടം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്ഥലം ഞങ്ങൾ പാലക്കാട് മേടിച്ചപ്പോൾ 1.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു പ്രോപ്പർട്ടി എഴുതാൻ. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, അന്ന് 2.5 ലക്ഷം രൂപയേ ഉള്ളൂ വാങ്ങുന്നത്. പക്ഷെ അന്നത്തെ നിയമം അനുസരിച്ച് 2 ലക്ഷത്തിൽ കൂടുതൽ തുകയ്ക്ക് ഒരു വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ എവിടെ നിന്നാ സോഴ്സ് കിട്ടിയെന്ന് എഴുതണം. അന്ന് ഇത് 10-25 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ നിയമം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 5 ലക്ഷമോ 10 ലക്ഷമോ വരെയൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 1.5 വർഷം എടുത്തു ആ മനുഷ്യനത് പ്രൂവ് ചെയ്യാൻ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പൈസ കൊടുത്തു, വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കർത്താവ് അവസാനം അത് നടത്തി തന്നു. ഒരു വസ്തു പോലും ഞങ്ങൾ കുടുംബമായിട്ട് തുക കുറച്ചോ കൂട്ടിയോ എഴുതാറില്ല. ദൈവത്തോടുള്ള മനസാക്ഷി നിമിത്തം. ഞങ്ങൾക്ക് നഷ്ടമുണ്ട് അതിൻ്റെ പേരിൽ. എന്താ നഷ്ടം എന്ന് ചോദിച്ചാൽ, 10 ലക്ഷത്തിന് വാങ്ങുന്നതിന് ഞാൻ 1 ലക്ഷത്തിന് തന്നെ കൊടുക്കണം. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നമുണ്ട്. പക്ഷേ നീതിക്ക് വേണ്ടി നിലനിൽക്കണം. സാമൂഹ്യ തിന്മകളിൽ നമ്മൾ പങ്കാളികളാകരുത്. എന്നിട്ട് ദൈവസന്നിധി പോയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. നീതിക്ക് വേണ്ടി നിൽക്കേണ്ടവരാ നമ്മൾ. നീതി ചെയ്യണം. ഈ തിന്മയിൽ നിന്ന് ഒഴിവായി നിൽക്കണം. മറ്റൊരു തിന്മ, വാഹന നിയമങ്ങൾ. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും പെനാൽറ്റി അടയ്ക്കാൻ നടക്കേണ്ട ആവശ്യം ഇല്ല. നിയമങ്ങളെ പാലിക്കണം. ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് അങ്ങ് ഇട്ടുകൊള്ളണം. ചിലരുടെ ഹെൽമെറ്റ് ഇവിടെയാ ഇടാ എന്ന് വെച്ചാൽ ബ്രെയിൻ ഇവിടെ ആയിരിക്കുന്നത്. തലയിലല്ല, അവരുടെ ബ്രെയിൻ ഇവിടെയാ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോണ കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവഭക്തന്മാർ നിയമം പാലിച്ചിരിക്കണം. അതെന്താ കാരണം? അങ്ങനെയാണ് ദൈവം. കർത്താവിന്റെ അടുക്കൽ ടാക്സിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? മക്കള് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതുകൊണ്ടാണ്. എങ്കിലും അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ പോയി ചൂണ്ടയിടുക. കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ ചതുർദ്രമ പണം കാണും. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ 2 ദ്വിദ്രമ പണം വാങ്ങുന്നവരെയാ വിട്ടത്. അപ്പൊ 2 × 2 4 അതെടുത്ത് കൊടുത്തേരെ. കർത്താവ് പോലും ടാക്സ് കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് എന്താ കൊടുത്താ കുഴപ്പം? നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണ്. കർത്താവിനെ അനുസരിക്കണം എന്നുള്ളത്. നിയമങ്ങളെല്ലാം അനുസരിക്കണം. ദാനിയേലിനെ എല്ലാ ടെസ്റ്റുകളും പാസ്സാക്കി. അവസാനം ഒന്നിലും പിടിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? നിയമം പാലിക്കുന്നവനാ. പിടിക്കാൻ പറ്റില്ല. അടുത്ത നിയമം കൈക്കൂലി. ആരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും പറയാ. കൈക്കൂലി കൊടുക്കുന്നതും പാപമാണ്, വാങ്ങുന്നതും ദൈവസന്നിധിയിൽ പാപമാണ്. സൂക്ഷിക്കുക. നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കണ്ട. ഗവൺമെന്റ് ഓഫീസിൽ പോയ ചിലരൊക്കെ ഉണ്ട്, കിട്ടിയാൽ കൊള്ളാമെന്ന് താല്പര്യമുള്ളവരുണ്ട്. പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. എന്ത് കാര്യത്തിനും ഒരിക്കലും കൊടുക്കില്ല എന്ന് മനസ്സിൽ നിർണയം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. അതുകൊണ്ട് നാളെ കിട്ടേണ്ട കാര്യത്തിന് ഇന്ന് ഓഫീസിലേക്ക് ഓടി ചെല്ലരുത്. ദയവ് ചെയ്ത് നിന്നെ കൊണ്ട് അത് കൊടുപ്പിച്ച് പിശാച് വിടുകയുള്ളൂ.
എന്നിട്ട് വന്നിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ അത് കുറ്റമാണ്. നിന്റെ മനസ്സാക്ഷി അത് അനുവദിക്കരുത്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ട്, എന്നാലും ഞാൻ കടക്കുന്നില്ല. എൻ്റെ അനുഭവങ്ങളുണ്ട്. കൈക്കൂലി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ മനസ്സാക്ഷിക്ക് അത് ചേരുന്ന കാര്യമല്ല. അവസാനം അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങാതെ കാര്യം നടത്തി വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ വാക്കിന് തന്നെ കൊണ്ടല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്. അവൻ്റെ സാക്ഷ്യത്തിൻ്റെ പേരിൽ കർത്താവ് അത് ചെയ്യും. പക്ഷേ കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കണം. എങ്കിലേ കർത്താവ് പ്രവർത്തിക്കൂ. കൈക്കൂലി, പിന്നെ കരം. ഇപ്പോൾ കരത്തിൻ്റെ പ്രശ്നം കാര്യമായിട്ടില്ല. ചുങ്കം എന്ന് പറയുന്നതാണ്. ഈ കരം അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് കൊടുക്കുന്ന പൈസയാണ്. അത് ഇന്ന് വലിയ സാരമായ പ്രശ്നമല്ല. പക്ഷെ പണ്ട് ഗൾഫിലുള്ളവർക്ക് ഇതൊരു നിരന്തര തലവേദനയായിരുന്നു. അന്നും ഇതൊന്നും കൊടുക്കാതെയാണ് ഞങ്ങൾ നടന്നിട്ടുള്ളത്. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില സമയത്ത്. കാരണം അന്ന് കസ്റ്റംസുകാരുടെ സ്വഭാവം അറിയാമല്ലോ, ഇഷ്ടം പോലെ മേടിക്കുന്നവരാണ്. അനേക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇതൊന്നും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റോമർ 13:5-7 വരെ ദൈവകൽപ്പനയാണ്. ഞാൻ അതുകൊണ്ട് അതിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കടമായിട്ടുള്ളതെല്ലാം നമ്മൾ കൊടുക്കണം. റോമർ 13:13 വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരി പനിച്ചിരിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ലൂക്കോസ് 21:12-15 വരെയും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പല സാക്ഷ്യങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളത്, ജയിലുകളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ചിലരൊക്കെ വളരെ നിരാശയിലായിരിക്കും ആദ്യം. പക്ഷെ അവർ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് അവിടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് തുടങ്ങും. കാര്യങ്ങൾ മാറും. കർത്താവിൻ്റെ സാക്ഷ്യം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകും, പക്ഷെ അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരം ആകും. മറക്കാതെ ഈ വചനം സൂക്ഷിച്ചുകൊള്ളുക. ഇനിയുള്ള കാലം കഷ്ടതകൾ വരും കർത്താവിൻ്റെ സുവിശേഷം നിമിത്തം. പക്ഷേ അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. സഹിഷ്ണുത അവിടെ നമ്മൾ കാണിക്കണം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാനായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഞാനിവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ 31 ക്ലാസ്സുകൾ ഈ രീതിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുപ്പാനും അതിനും ധ്യാനിപ്പാനും ഇടയാക്കി ദൈവം ഇതിന് അവസരം ഒരുക്കി തന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി. വിശേഷാൽ പ്രിയ ടിമി സഹോദരനാണ് എന്നെ വിളിച്ചത്. അതുപോലെ ഡോക്ടർ എന്നെ കോൺടാക്ട് ചെയ്തു. സഭയുള്ള മൂപ്പന്മാർ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തു. അനേക ദൈവമക്കൾക്ക് ഇത് കാണുവാൻ, നേരിട്ട് വന്ന് പങ്കെടുക്കുവാനും അതുപോലെ വീഡിയോ കാണുവാനൊക്കെ ഇടയായി. പ്രിയ വിപിൻ അതിൻ്റെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ വചനം വായിച്ച് സഹായിച്ച പ്രിയമകനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 31 ആഴ്ചകൾ ശാരീരികമായ പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവം കൃപ തന്നു. ഇത്രത്തോളം നന്നായിട്ട് ചെയ്യുവാനിടയായി. നന്നായി ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവാണ് അതിന് മാർക്കിടേണ്ടത്, ഞാനല്ല. നമുക്ക് ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഞാനതിന് ശേഷം ഇരിക്കുമ്പോൾ മറ്റുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും നടത്തും. ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലിവുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ പ്രിയപുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ എത്ര സ്നേഹിക്കുന്നു എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഈ നാളുകളിൽ ഓർക്കുകയായിരുന്നു. നരകത്തിൽ പോകേണ്ട ഞങ്ങളെ അങ്ങയുടെ പുത്രനെ അയച്ചങ്ങ് വീണ്ടെടുത്തു. മാത്രമല്ല, അങ്ങയുടെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഞങ്ങളെ അങ്ങ് നിയമിച്ചു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് മോചിച്ചു തന്നു. ഞങ്ങളിൽ അങ്ങയുടെ പുത്രൻ്റെ ദിവ്യ സ്വഭാവത്തെ അങ്ങ് പകരുവാൻ വേണ്ടി സ്വപുത്രൻ്റെ ആത്മാവിനെയും ഞങ്ങൾക്ക് തന്നു. കർത്താവേ, എന്ന് ഞങ്ങൾ അങ്ങയോടുള്ള ഭക്തിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 31 ആഴ്ചകളിൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിച്ചു. അങ്ങയുടെ ദിവ്യ സ്വഭാവങ്ങൾ കർത്താവെ ഞങ്ങൾ ഓർക്കുകയുണ്ടായി. നെല്ലിക്കുന്ന് സിയോൻ അസംബ്ലിയിലുള്ള എല്ലാ അങ്ങയുടെ മക്കൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഇത് കേൾക്കുവാൻ പഠിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ
സമയത്തിനായിട്ടും മനസ്സിനായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ, അങ്ങയുടെ പുത്രൻ്റെ ആ ഇമേജ് സ്വരൂപം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ, ഭക്തരായിട്ട് ജീവിക്കുവാൻ, ഞങ്ങളെ നോക്കി ആരും ഒരു കുറ്റവും പറയുവാൻ ഇടവരാതെ, കർത്താവ് ഞങ്ങളെ നോക്കി എൻ്റെ ഭക്തൻ എന്ന് പറയുന്നതിൽ ലജ്ജിക്കാതിരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കാൻ, വചനം നന്നായി പഠിക്കുന്നവരായിരിക്കാൻ, വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായി ജീവിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പങ്കാളികളായിരിക്കുവാൻ, അങ്ങയെപ്പോലെ ഔദാര്യം കാണിക്കുവാൻ, ദൈവമേ അങ്ങയുടെ സേവന മനസ്ഥിതി ഞങ്ങൾക്കുണ്ടാകുവാൻ, അങ്ങയെപ്പോലെ വിശുദ്ധരായിരിക്കുവാൻ, അങ്ങയെപ്പോലെ നീതിയുള്ളവരായിരിക്കുവാൻ, അങ്ങയെപ്പോലെ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങളുടെ പ്രവൃത്തികളും തമ്മിൽ യഥാർത്ഥ തുലനം ഉണ്ടായിരിക്കാൻ ഇടയാക്കണമേ. വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഏറ്റവും സൗമ്യരായി ലോകത്തിന് മുൻപാകെ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. രീതിയിൽ അങ്ങയുടെ ദിവ്യ സ്വഭാവങ്ങളെ ഒപ്പിയെടുത്ത് മാതൃകാപരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ദൈവജനത്തെ, ഈ സഭയെ കർത്താവ് സഹായിക്കണമേ, അടികളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് തന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സകല പ്രാർത്ഥനകളും പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കുക. ദയ തോന്നി സ്വീകരിക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ.